السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംരംഭം നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. റബ്ബിൻ്റെ മാർഗത്തിൽ ദീർഘകാലം ജീവിക്കാനും ജീവിക്കുന്ന കാലം അത്രയും അവൻ ഇഷ്ടപ്പെടുന്നത് മാത്രം പ്രവർത്തിക്കാനും അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഖലീലുല്ലാഹി എന്ന ഏറ്റവും ആർദ്രമായ പേരുകൊണ്ട് പരിശുദ്ധ ഖുർആൻ വിശേഷിപ്പിച്ച മഹാപ്രവാചകർ, അവിടുത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ് വല്ലാതെ ദീർഘിപ്പിക്കാതെ നമുക്ക് ഇന്ന് അവസാനിപ്പിക്കണം. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ കേട്ടതുപോലെ ഹജ്ജിന് മുന്നോടിയായി നമ്മളിങ്ങനെ നടത്തുന്ന ഫിസിക്കലായി നടത്തുന്ന അവസാനത്തെ ക്ലാസ്സാണിത്. അള്ളാഹു നമ്മുടെ എല്ലാ സത്കർമ്മങ്ങളും നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. നമ്മിൽ നിന്ന് വന്ന എല്ലാ അഭാഗങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ. ലോകത്തെ ഏറ്റവും ആദ്യമായി രൂപപ്പെട്ട നാഗരികത ഈജിപ്തിലെ മെംഫിസ് കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. രണ്ടാമതായി ഏറ്റവും പഴക്കമുള്ള നാഗരികത മെസോപ്പൊട്ടാമിയൻ നാഗരികതയാണ്. ഇറാഖ്, ഇറാൻ മേഖലയിൽ അത് ടൈഗ്രീസിൻ്റെയും യൂഫ്രട്ടീസിൻ്റെയും പരിസരത്ത് പുഷ്കലമായി നിലകൊണ്ടു. നിരവധിയായ സാംസ്കാരിക പ്രവർത്തികൾ അവരിലുണ്ടായിരുന്നു. അവർ നല്ല രീതിയിൽ ജീവിച്ചു വന്നു. നിരവധിയായ പ്രവാചകന്മാർ അവരെ സമുദ്ധരിക്കാൻ ആ സമൂഹത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരിൽ ഏറ്റവും ശ്രദ്ധേയനും പ്രധാനിയുമായ പ്രവാചകനായിരുന്നു മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ബഗ്ദാദിൽ നിന്ന് 400 കിലോമീറ്റർ അപ്പുറത്ത് ഊർ എന്ന് പറയുന്ന പ്രദേശത്താണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനിക്കുന്നത്. അവിടുത്തെ പിതാവിൻ്റെ പേര് താറഖ് എന്നായിരുന്നു. പരിശുദ്ധ ഖുർആനിൽ ഇബ്രാഹിം നബിയുടെ അബ് എന്ന വിധം ആസർ എന്ന് പറയുന്ന വ്യക്തിയെയാണ് പരിചയപ്പെടുത്തുന്നത്. ഇബ്രാഹിം നബിയുടെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ അവിടുത്തെ ജനനത്തിന് മുന്നേ തന്നെ പിതാവാകുന്ന താറഖ് മരണപ്പെട്ടിരുന്നുവെന്നും പിന്നീട് മഹാത്മാവിനെ വളർത്തിക്കൊണ്ടുവന്നത് പിതൃവ്യനായ ഈ ആസറായിരുന്നുവെന്നും അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ പിതാവിൻ്റെ സ്ഥാനത്തുള്ള പിതൃവ്യൻ, പിതാവിൻ്റെ സഹോദരൻ ആയതുകൊണ്ടാണ് അദ്ദേഹത്തെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അബ് എന്ന് പ്രയോഗിക്കുന്നതെന്നുമാണ് പണ്ഡിതന്മാരുടെ മുഫസ്സിരീങ്ങളുടെ പൊതുവായുള്ള വിശദീകരണം. അത് ഖുർആനിൽ മറ്റിടങ്ങളിലും അങ്ങനെ തന്നെ പ്രയോഗമുണ്ട്. ഇസ്മായിൽ നബിയെയും ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അബായിക്ക എന്ന് സൂറത്തുൽ ബഖറയുടെ 130, 32, 33 വാക്യങ്ങളിൽ കാണാൻ പറ്റും. അത് ഇബ്രാഹിം നബിയായിട്ട് ബന്ധപ്പെട്ട ഒരു ചരിത്രം തന്നെയാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്ന സന്ദർഭത്തിൽ തൻ്റെ മക്കളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അള്ളാഹു നിങ്ങൾക്ക് പരിശുദ്ധ മതത്തെ വിശ്വാസ ദർശനമായി തെരഞ്ഞെടുത്ത് തന്നിട്ടുണ്ട്. ഇനി നിങ്ങൾ മറ്റൊന്ന് സ്വീകരിക്കരുത്, നിങ്ങൾ മുഅ്മിനായി തന്നെ മരിക്കണം എന്ന് ഉപദേശിക്കുന്ന ഒരു രംഗമുണ്ട്. ശേഷം യാക്കൂബ് നബി അന്വേഷിക്കുന്നത് മാ തഅബുദൂന മിൻ ബഅദി, എൻ്റെ ശേഷം നിങ്ങൾ ആരെയാണ് ആരാധിക്കുക എന്നാണ്. ആ സമയത്ത് ആ മക്കളെല്ലാവരും ആ പിതാവിൻ്റെ അവസാനത്തെ ജിജ്ഞാസ, മക്കൾ ആരാവണം, എങ്ങനെയാവണം, ആരാധിക്കണം, ഇതൊക്കെ ചോദിച്ചറിയാം. ഖുർആനിതൊരു വലിയ പാഠമായി. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാക്കൂബൽ മൗത്ത്, യാക്കൂബ് നബിക്ക് മരണമെത്തുന്ന സന്ദർഭം, ആ ഒരു നിമിഷം, ആ ഒരു സമയത്തുണ്ടായ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന രീതിയിൽ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
ആ മക്കളെല്ലാവരും ആ പിതാവിനോട് പറയുന്നത് നഅ്ബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹിമ വ ഇസ്മാഈല വ ഇസ്ഹാഖ് ഇലാഹം വാഹിദ. നഅ്ബുദു, ഞങ്ങൾ ആരാധിക്കും, ഇലാഹക, അങ്ങ് പഠിപ്പിച്ചു തന്ന ഇലാഹിനെ, വ ഇലാഹ ആബായിക, അങ്ങയുടെ പിതാക്കൾ പഠിപ്പിച്ചു തന്ന ഇലാഹിനെ. ആരൊക്കെയാണ് പിതാക്കൾ എന്ന് എണ്ണി പറയുന്നിടത്താണ് നമ്മുടെ പോയിന്റ്. ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ അലൈഹിമുസ്സലാം, ഇവരാണ് പിതാക്കൾ. ഈ പിതാക്കൾ പഠിപ്പിച്ചു തന്ന ഇലാഹിനെ ഞങ്ങൾ ആരാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു പുത്രനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം, മറ്റൊരു പുത്രനാണ് ഇസ്ഹാഖ് അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാം ഹാജർ എന്ന് പറയുന്ന തൻ്റെ രണ്ടാം ഭാര്യയിൽ ആദ്യമായിട്ട് പിറക്കുന്നു. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സാറ എന്ന തൻ്റെ ഒന്നാമത്തെ ഭാര്യയിൽ പിന്നീട് പിറക്കുന്നു. ഈ ഇസ്ഹാഖ് നബിയുടെ മക്കൾ പരമ്പരയിലാണ് ബനു ഇസ്രായേലിൽ ഉണ്ടാകുന്നത്. ഇസ്ഹാഖ് നബിയുടെ പുത്രൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പുത്രരാണ് ഈ ബനു ഇസ്രായേലർ എന്ന് പറയുന്നത്. അവരോടാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ അന്ത്യനിമിഷത്തിൽ നിങ്ങൾ ആരാധിക്കുമെന്ന് ചോദിക്കുന്നത്. ആരെല്ലാവരും പറയുന്നത് അങ്ങയുടെ പിതാവ് ഇബ്രാഹിം നബി, ഇസ്ഹാഖ് നബി, ഇസ്മായിൽ നബി. ഇവിടെ ഇസ്മായിൽ നബി ഒരിക്കലും അവരുടെ പരമ്പരയിൽ നേരിട്ട് വരുന്നില്ല, നേരെ മറിച്ച് അവരുടെ മൂത്താപ്പയാണ്. ആ മൂത്താപ്പനെ കുറിച്ച് അവർ പറയുന്നത് വാപ്പാന്ന് തന്നെയാണ്. അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പ്രയോഗം തന്നെയാണ്. മൂത്താപ്പ എന്ന് പറഞ്ഞാൽ മൂത്തപ്പ തന്നെയാണല്ലോ, ഇളയപ്പ എന്ന് പറഞ്ഞാൽ ഇളയപ്പ തന്നെയാണ്. അപ്പോൾ വാപ്പയില്ലാത്തൊരു കുട്ടിക്ക് സ്വാഭാവികമായും പിതാവിൻ്റെ സഹോദരൻ നേരിട്ട് തന്നെ വാപ്പാന്ന് വിളിക്കാൻ പറ്റും വിധം മൂത്തതും കൂട്ടണ്ട ഇളയതും കൂട്ടണ്ട, വേറെ വാപ്പയില്ലാത്തത് കൊണ്ട് അങ്ങനെ വിളിച്ച് ശീലിക്കുന്നു. അങ്ങനെയാണ് പൊതുവെ പണ്ഡിതന്മാർ ഈ കാര്യത്തെ വിശദീകരിക്കുന്നത്. അപ്പൊ ശരിക്കും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവിൻ്റെ പേര് താറഹ് എന്നായിരുന്നു. ആ താറഹിന്റെ സഹോദരനാണ് ഖുർആനിൽ പറയുന്ന ആസർ. അദ്ദേഹവുമായാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ബന്ധം. കാരണം നന്നേ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജന്നത്തിന്റെ മുന്നേ തന്നെ പിതാവാകുന്ന താറഹ് മരണപ്പെട്ടിരുന്നു എന്നൊക്കെയാണ് ചരിത്ര പണ്ഡിതന്മാർ പറയുന്നത്. അതല്ല, ഈ ആസറും താറഹും ഒന്നാണെന്ന് പറഞ്ഞ അഭിപ്രായക്കാരുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇത്തരം വിശദീകരണം ഇല്ലാതെ തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം, പ്രവാചകന്മാരുടെ പരമ്പര വിശുദ്ധമായിരുന്നു, തൗഹീദിന്റെ ആളുകളായിരുന്നു എന്ന് ഇസ്ലാമിക ലോകത്ത് പൊതുവെ സമ്മതിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. പ്രവാചകന്മാരുടെ പരമ്പര മുഴുവനും തൗഹീദിന്റെ ആളുകളായിരുന്നു. ഈ ഖുർആൻ പഠിപ്പിക്കുന്ന ആസർ എന്ന് പറയുന്ന മനുഷ്യൻ കേവലം ഒരു ബിംബാരാധകനല്ല, നേരെ മറിച്ച് ബിംബങ്ങളെ സൃഷ്ടിച്ച് വിൽക്കുന്ന ബിംബ നിർമ്മാതാവ് തന്നെയായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം 7-ാം വയസ്സിലൊക്കെ പിതാവിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ചങ്ങാതിൻ്റെ സംഗതി എന്താണ്, എന്താ അവന് വലിയ ചെവി എന്നൊക്കെ. അപ്പൊ ഈ ആസർ പറഞ്ഞു കൊടുക്കുന്നത് ഈ ദൈവങ്ങളുടെ ദൈവമാണ്, വമ്പുറ്റ ദൈവമാണ് എന്നാണ്. അപ്പൊ വലിയ ചെവി എന്തിനാന്ന് ചോദിക്കുമ്പോൾ ഈ ചെവി മൂപ്പരുടെ ഇൽമിന്റെ വിജ്ഞാനത്തിന്റെ പ്രതീകമാണെന്നാണ്. ഇബ്രാഹിം നബി അപ്പോഴേ ചിരിക്കുന്നുണ്ട്. നല്ല പക്വതയോടുകൂടെ വളർന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പോൾ പ്രവാചകന്മാരുടെ പരമ്പര കൈമാറി 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 വരുന്നത് വിശുദ്ധരിലൂടെയാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. സൂറത്തു അശ്ശുറാഇന്റെ 214-ാമത്തെ വചനത്തിൽ വതഖല്ലുബക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരിലൂടെയായിട്ടുള്ള അങ്ങയുടെ ഗമനം. അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദ് ചെയ്യുന്ന ആളായിരുന്നു. പോന്ന് അവിടുത്തെ പിതൃ പരമ്പരയിൽ മുഴുവൻ ആളുകളും സുജൂദ് ചെയ്യുന്നവരായിരുന്നു എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആസറിനെ നേരെന്നെ ഇബ്രാഹിം നബിയുടെ പിതാവ് എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ ചില സങ്കീർണതകൾ ഉണ്ടാകും. നമുക്കറിയാലോ, മാതാവും പിതാവും വിശുദ്ധ പരമ്പരയായിരുന്നു നബിതങ്ങളുടേത്, മറ്റു പ്രവാചകന്മാരുടേത്. ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിലേക്ക് തന്നെ വരാം. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ബൈബിളിൽ പറയുന്ന പാറാൻ ഭൂമിയിൽ എന്നുവെച്ചാൽ മക്കയിൽ കൊണ്ടുപോയി ആക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ പല ഘട്ടങ്ങളിൽ തൻ്റെ മകന്റെ വിവരങ്ങൾ അന്വേഷിക്കാൻ ചെല്ലുന്നുണ്ട്. ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ മകൻ വേട്ടയാടാൻ പോയിട്ടുണ്ട് ഇസ്മായിൽ അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമേ അവിടെ ഉള്ളൂ. അവരുടെ ആ രീതിയും മട്ടും ഭാവവും കണ്ടപ്പോ താൻ പ്രാർത്ഥിച്ച്
ഈ ഉമ്മത്തിനെ വലിയൊരു സമൂഹമാക്കണമെന്നും അതിൽ അതിവിശുദ്ധരായ ഒരു പ്രവാചകരെ ഉയർത്തെഴുന്നേൽപ്പിക്കണമെന്നും താൻ പ്രാർത്ഥിച്ച ആ ഒരു ബോധം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഉള്ളിലുണ്ട്. ആ വിശുദ്ധമാം സന്താനം ജനിച്ചു വരാൻ, ഭൂമിയിലേക്ക് കടന്നു വരാൻ പറ്റും വിധത്തിലുള്ള ഒരു വിളനിലമല്ല, അതിന് പറ്റുന്ന ഒരു സംഭവമല്ല ഈ മരോള് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മനസ്സിലാവുന്നുണ്ട്. അവരഹങ്കാരിയായിരുന്നു, ധിക്കാരിയായിരുന്നു. അപ്പൊ നേരെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് നിന്നെ ത്വലാഖ് ചെല്ലണം എന്ന് പറഞ്ഞേൽപ്പിക്കാൻ പറ്റൂല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിന്റെ ഭർത്താവ് വന്നാൽ ഉമ്മരപ്പടി മാറ്റി സ്ഥാപിക്കണമെന്ന് പറയണമെന്ന് ആ മരോളോട് ആവശ്യപ്പെട്ടാണ് മടങ്ങിപ്പോണത്. ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ യാത്രയിൽ കാണുന്നില്ല. ഇസ്മായിൽ നബി വേട്ടയാടൽ കഴിഞ്ഞു വന്നു. അപ്പോൾ ഈ ഭാര്യയാകുന്ന ഇബ്രാഹിം നബിയുടെ മരോളാകുന്ന ആ സ്ത്രീ, ഇവിടെ ഒരു വൃദ്ധം വന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അറിയിക്കുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഈ പെണ്ണിനെ അവരുടെ വീട്ടിൽ കൊണ്ടു ചെന്നാക്കുന്നു. കാരണം ഉമ്മരപ്പടി മാറ്റാൻ പറഞ്ഞപ്പോൾ ആ പുത്രന് മനസ്സിലായി എന്താണിത് വിഷയം എന്ന്. തൻ്റെ സഹധർമ്മിണിയെ മാറ്റി സ്ഥാപിക്കണമെന്നാണ്. എന്തുകൊണ്ട്? വിശുദ്ധമായൊരു പരമ്പരയിലൂടെയാണ് താൻ പ്രാർത്ഥിച്ച് പിന്നീട് ചരിത്രത്തിൻ്റെ ഗതി നിർണയിക്കുന്ന, ചരിത്രത്തെ സമൂലം മാറ്റിമറിക്കുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരേണ്ടത്. അതുകൊണ്ടാണ് മരോള മാറ്റണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനോട് നിർദ്ദേശിക്കാൻ ഈ ഉമ്മരപ്പടിയുടെ വാക്കും പ്രയോഗിച്ചിട്ട് അവിടുന്ന് പോകുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് പ്രവാചകന്മാരുടെ പരമ്പര കടന്നു വന്നത് വിശുദ്ധമായ താഴ്വഴികളിലൂടെയാണ്. അതിന് വിരുദ്ധമായി പോകും. ഈ ബിംബാരാധകൻ മാത്രമല്ല, ബിംബങ്ങളെ നിർമ്മിക്കുന്ന ആരാധനയ്ക്ക് പ്രേരണ നൽകുന്ന ആളുകൂടെയാവുന്ന ആസർ ഇബ്രാഹിം നബിയുടെ പിതാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, ഇബ്രാഹിം നബിയുടെ മാതാവിൻ്റെ പേര് അമീല എന്നായിരുന്നു. 75-ാമത്തെ വയസ്സിലാണ് താറഖിന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നത്. 3 മക്കളുണ്ടായിരുന്നു. അതിൽ നടുവിലെ ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. ചെറിയ മകന്റെ പുത്രനായിരുന്നു. ഇബ്രാഹിം നബിയുടെ സമാന കാലത്ത് തന്നെ ദഅവത്ത് നടത്തിയ മഹാനായ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇബ്രാഹിം നബി ബാബിലോണിയയിൽ ദഅവത്ത് നടത്തുമ്പോൾ ലൂത്ത് നബി ഇത്തിരി അപ്പുറത്ത് സദോം പ്രദേശത്ത് ദഅവത്ത് നടത്തുന്നു. ഇവർ രണ്ടുപേരും ഏകദേശം ഒരേ കാലികരായിരുന്നു, ഒരേ സമയത്ത് പ്രവാചകന്മാരായ ആളുകളുമായിരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എങ്ങനെയാണ് ചരിത്രത്തിൽ ഇത്രമേൽ അറിയപ്പെടുന്നത്? ബഹുമാനപ്പെട്ടവർ നടത്തുന്ന ഒരു പ്രാർത്ഥന സൂറത്തു ശുറാഇന്റെ 93-ാമത് വചനത്തിൽ അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട്. സൂറത്തു ശുറാഇന്റെ 83-ാമത്തെ വചനത്തിൽ തന്നെ അവിടെ നിന്ന് ഇങ്ങനെ ദ്വാരക്കാണ്, റബ്ബി ഹബ്ലി ഹുക്മൻ വൽഹിഖ്നി ബിസ്വാലിഹീൻ. ഇങ്ങനെ പറഞ്ഞ് വജ്അൽനി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ. എന്നെക്കുറിച്ച് പിൽക്കാലക്കാർ നല്ലത് പറയണം, എന്നെക്കുറിച്ച് പിൽക്കാലക്കാർ നല്ലത് പറയണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഈ പ്രാർത്ഥന പടച്ച റബ്ബ് അങ്ങനെ തന്നെ സ്വീകരിക്കുന്നു. അതിൻ്റെ ഫലമായി ലോകത്ത് പിന്നീട് വന്ന സെമിറ്റിക് മതങ്ങളിലെല്ലാം ഏറ്റവും ശ്രദ്ധേയനായ പ്രവാചകരായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമുക്ക് കാണാനാവുന്നു. ഇപ്പോൾ പഴയ നിയമം ബൈബിൾ പരിശോധിക്കാം. ഞാൻ ദീർഘമായി അതിലേക്ക് കടക്കണില്ല. അബ്രഹാം പിതാവ് എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പഴയ നിയമം ബൈബിളിലെ വളരെ ശ്രദ്ധേയനായ ഒരു കഥാപാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ബന്ധപ്പെടുത്തിയാണ് ഇസ്രായേലരുടെ പിൽക്കാലത്തുള്ള വികാസങ്ങളെയൊക്കെ ബൈബിൾ പരിചയപ്പെടുത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ പുത്രൻ വഴിയാണ് ഇസ്രായേലർ രൂപപ്പെടുന്നത്. ഇബ്രാഹിം നബി ഞങ്ങളുടെ ആളാണ് എന്ന അവകാശം പറയുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ സെമിറ്റിക് മതങ്ങളിൽ ഇന്ന് നിലവിലുള്ള ഇസ്ലാം, ക്രൈസ്തവത, യഹൂദമതം 3. എല്ലാ മതത്തിലും, ഈ പറയുന്ന എല്ലാ മതത്തിലും ഇബ്രാഹിം നബി വളരെ ആദരണീയനാണ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ 2 മതക്കാരും അംഗീകരിച്ചെന്ന് വരില്ല. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൈസ്തവർ അംഗീകരിക്കുന്നു, മുസ്ലിമീങ്ങളും അംഗീകരിക്കുന്നു. പക്ഷെ ജൂതന്മാർക്ക് അദ്ദേഹം ജാരസന്താനമാണ്, മറിയം പഴച്ചുപെറ്റ കുഞ്ഞാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൈസ്തവർ അംഗീകരിക്കുന്നുവെങ്കിലും അവർക്ക് മൂസാ നബിയുമായി ബന്ധപ്പെട്ട് കുറെ തർക്കങ്ങളുണ്ട്.
ഈ മൂന്ന് മതക്കാരും ഒരുപോലെ ആദരിക്കുന്ന, പുതിയ നിയമ ബൈബിളിലേക്ക് വന്നാൽ കുഞ്ഞുങ്ങളോടൊപ്പം പർദീസയിൽ സന്തോഷത്തോടുകൂടെ വസിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണാനാകുന്നു. കുഞ്ഞുങ്ങളോടൊപ്പം അങ്ങനെ സ്വർഗത്തിൽ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നയാൾ. പിശുക്കനെ കുറിച്ചൊരു ഉദാഹരണം പറയുന്നുണ്ട് ബൈബിൾ മാർക്കോസ് സുവിശേഷത്തിൽ. തൻ്റെ ഭക്ഷണ തളികയിൽ നിന്ന് വീണ വറ്റുപോലും ഒരാൾക്ക് കൊടുക്കാത്ത വിധം പിശുക്കൻ. അയാൾക്ക് സംഭവിക്കാൻ പോകുന്ന ദുരന്താണ് അബ്രഹാമിനോടൊപ്പം സ്വർഗത്ത് കയറാൻ പറ്റൂല എന്നുള്ളതാണ്. ഈ മൂന്ന് മതക്കാരും ഒരുപോലെ ആദരിക്കുന്ന ഏക പ്രവാചകരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. വജ്അൽലി ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, എന്നെക്കുറിച്ച് പിൽക്കാലക്കാർ നല്ലത് പറയണമേ എന്ന ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന. നല്ലത് പറയണേന്ന് പ്രാർത്ഥിക്കലല്ല ഇപ്പം ഇത് സംഭവം. നേരെ മറിച്ച് എല്ലാവരും എന്നെക്കുറിച്ച് നല്ലത് പറയുന്ന അവസ്ഥയിലേക്ക് എന്നെ മാറ്റിത്തരണമേ എന്നാണ്. നമ്മളൊക്കെ നടത്തേണ്ട ഒരാഗ്രഹമാണിത്, ഒരു പ്രാർത്ഥനയാണിത്. എല്ലാവരും നമ്മളെക്കുറിച്ച് നല്ലത് പറയണം. നല്ലതിങ്ങനെ പറയട്ടെ എന്നല്ല, നമ്മളാള് നല്ലവനൊന്നുമല്ല, പക്ഷെ ആളുകൾ ഇങ്ങനെ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്നല്ല. നേരെ മറിച്ച് എല്ലാവരും നല്ലത് പറയുന്ന പ്രകാരത്തിലേക്ക് എൻ്റെ സ്വഭാവത്തെ നീ മാറ്റിത്തരണം, എൻ്റെ ജീവിതത്തെ നീ മാറ്റിത്തരണം. ഒരുപക്ഷെ മറ്റ് ചില ഗവേഷണങ്ങൾ അത്രമേൽ അതിന് പ്രാധാന്യമില്ലെങ്കിലും സ്വീകാര്യതയില്ലെങ്കിലും നമ്മുടെ നാട്ടിലുള്ള ബ്രാഹ്മണന്മാർ പോലും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആളുകളാണ് എന്ന ചില ആധുനിക പഠനങ്ങളുണ്ട്. ഭാരതീയ സംസ്കാരത്തിൻ്റെ അടിയൊഴുക്കുകൾ പോലെയുള്ള പുസ്തകങ്ങളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് മറ്റു ചില രീതികളിൽ മറ്റു ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ബ്രാഹ്മണന്മാർ ഇബ്രാഹിം നബിയിൽ നിന്ന് വരുന്നു. അതിന് ചില ചരിത്രപരമായ സാധ്യതകളുണ്ട്. കാരണം ഈ മെസോപ്പൊട്ടേമിയ, ബാബിലോണിയ, ഇറാൻ, ഇറാഖ് മേഖലയിൽ നിന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ അധിനിവേശക്കാരാകുന്ന ആര്യന്മാർ കടന്നു വരുന്നത്. അവരങ്കരയിൽ നിന്ന് വന്നു എന്നുള്ള ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിന് ചരിത്രപരമായ പിന്തുണയില്ല. നേരെ മറിച്ച് അവർ ഇറാൻ, ഇറാഖ് മേഖലയിൽ നിന്ന് വരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദഅവത്ത് അവിടെയായിരുന്നു സജീവമായി നിലനിന്നിരുന്നത്. അന്നത്തെ ആരാധനാമൂർത്തികളിൽ പ്രധാനിയായിരുന്നു സൂര്യൻ, മറ്റൊന്ന് ചന്ദ്രൻ, പിന്നെ നിരവധിയായ ബിംബങ്ങളും പ്രതിഷ്ഠകളും. ഇന്നും നമ്മുടെ നാട്ടിലുള്ള ആര്യൻസ് പ്രധാനമായും സൂര്യനെ ആരാധിക്കുന്നവരാകുന്നു. നമ്രൂദിന്റെ പ്രധാന ദൈവം സൂര്യനായിരുന്നു. ഇൻഷാ അല്ലാഹ് സമയാനുസരണം നമുക്കതിലേക്ക് കടന്നു വരണം. ആ മേഖലയിൽ നിന്ന് പണ്ടൊക്കെ ഹജ്ജിന് പോയിരുന്ന റൂട്ടിലൂടെ, ചൈനയുടെ സൈഡിലൂടെ അങ്ങനെ കാബൂളിലേക്ക് വന്ന്, നമ്മുടെ ഈ പുരാണങ്ങളിലൊക്കെ കബോധടം എന്നാണ് പ്രയോഗം കാബൂളിനെ കുറിച്ച്. അങ്ങനെ ഗുജറാത്തിന്റെ താഴെ കച്ച് ഭാഗത്തിലൂടെ അങ്ങോട്ട് കയറി വന്നാൽ ഇന്ത്യ എത്തി. അങ്ങനെ പശുക്കൾക്ക് അന്നം തേടി ദീർഘമായ യാത്ര നടത്തുന്ന നാടോടികളായിരുന്ന ആര്യന്മാർ. ആര്യൻസ്, ഇറാൻസ്. ആ ആര്യന്മാർ ആദ്യമായി ഇന്ത്യയിൽ അധിനിവേശം ചെയ്ത ആളുകൾ അവരാണ്. ഇവിടെ ഉണ്ടായിരുന്ന ആദിമ നിവാസികൾ അവരാണ് ദസ്സുക്കൾ, രാക്ഷസന്മാർ, അനാസർ എന്നൊക്കെ പിന്നീട് ഇവർ പേരിട്ട് വിളിക്കുന്നത്. ഇന്ത്യയുടെ യഥാർത്ഥ അവകാശികൾ ആദിമ നിവാസികൾ. അതുകൊണ്ട് തന്നെ പുതിയ ചില ആളുകൾ ആദിവാസികൾ എന്ന് പറയാൻ മടിക്കുന്നുണ്ട്. വനവാസികൾ എന്ന് അവരുടെ പേര് പരിഷ്കരിക്കുകയാണ്. കാരണം ആദിവാസികൾ എന്നിവരെ കുറിച്ച് പറഞ്ഞാൽ മറ്റൊരു ദ്വിതീയവാസികളാണെന്ന് വരും, രണ്ടാമത് വന്നവരാണെന്ന് വരും. അത് വന്നാൽ അവർക്ക് ചരിത്രപരമായ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നെ നിങ്ങൾ വന്നതല്ലേ, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറയാൻ പറ്റൂല. അതിൻ്റെ ഇത്തിരി മുന്നേ അവരും വന്നതാണെന്ന് സമൂഹത്തിന് ബോധ്യമാകും. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ആദിമനിവാസികളെ ആദിമനിവാസികൾ എന്ന് വിളിക്കാതെ വനവാസികൾ എന്ന് പരിഷ്കരിക്കുന്ന ഒരു രീതി ചിലരൊക്കെ അത് അറിയാതെ ഏറ്റെടുക്കുന്നുണ്ട്. ചില മുസ്ലിം മാനേജ്മെന്റിലുള്ള പത്രങ്ങളിലും പോലും ആദിവാസികൾ എന്നതിന് പകരം വനവാസികൾ എന്ന് പ്രയോഗം വന്നു തുടങ്ങിയിട്ടുണ്ട്. അതിനാണ് ഈ സാംസ്കാരികമായ അധിനിവേശം എന്ന് പറയാം. സാൻസ്ക്രിറ്റേഷൻ എന്നൊക്കെ പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. പണ്ട് മുരളി മനോഹർ ജോഷി എന്ന് പറയുന്ന മന്ത്രി മാനവ വിഭവ വികസന മന്ത്രാലയത്തിന്റെ മന്ത്രിയായിരുന്ന ആ കാലം മുതൽ തുടങ്ങിയതാണ് സാൻസ്ക്രിറ്റേഷൻ. ഇന്ത്യയുടെ എല്ലാ ഭാഷകളിലും സംസ്കൃതവും ആ സംസ്കാരവും കയറ്റുക എന്നുള്ളത്. അതിന്റെ ഭാഗമായി ആദിവാസികൾ വനവാസികളായി മാറുന്നു. അത് മറ്റൊരു കഥ. ഇന്ത്യയിലേക്ക് ആദ്യമായി വന്ന അധിനിവേശക്കാരവരാണ്. അവർ വന്നത് ഇറാനിൽ നിന്നാണ്. ഇപ്പോഴുള്ള നമ്മുടെ മന്ത്രി സ്മൃതി ഇറാനിയെ പോലെയുള്ളവരൊക്കെ ആ പിന്തുണക്കാരാണ്. അതുകൊണ്ട് തന്നെ അവര് അഗ്നി ആരാധകരാണ്. അവരുടെ ജീവിത രീതി തന്നെ മറ്റൊന്നാണ്. അവരുടെ ശവമടക്ക് പോലും വലിയ
ഈ സ്റ്റേഡിയം പോലെയുള്ള ഒരു പ്രത്യേക സ്ഥലത്ത് പിതാവിനെയും മാതാവിനെയും ശരീരമാസകലം പൊളിച്ച് കത്തി കൊണ്ട് ഇങ്ങനെ വരിഞ്ഞ് നമ്മൾ മീൻ്റെ ഉള്ളിൽ മസാല കയറാൻ കാട്ടണമാതിരി കാണിച്ചിട്ട് കെട്ടിത്തൂക്കലാണ്. എന്നിട്ട് കഴുകന്മാർ വന്ന് തിന്നു തീർക്കലാകുന്നു. സൂര്യനെ സാക്ഷി നിർത്തി ഇങ്ങനെ കിടക്കണം, കാരണം അവരുടെ പ്രധാന ദൈവം സൂര്യനാണ്. സൂറത്തുൽ അറാഫിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം വളരെ മനോഹരമായി, വളരെ മനഃശാസ്ത്രപരമായി സൂര്യൻ ദൈവമല്ലെന്ന് തെളിയിക്കുന്ന ഒരു രംഗമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതവും പശ്ചാത്തലമൊക്കെയാണ് ഞാൻ ഇതുവരെ സംസാരിക്കാൻ ശ്രമിച്ചത്. ആരായിരുന്നു ഈ മഹാപ്രവാചകൻ? പരിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പരാമർശിക്കുന്നു. ഈ ഉമ്മത്തിനോട് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്തുടരാൻ ഖുർആനിൽ നേരിട്ട് തന്നെ 2 ഇടങ്ങളിൽ കൽപ്പന വരുന്നു. ഈ ഉമ്മത്ത് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ പിന്തുടരണം. ഈ ഉമ്മത്തും ഇബ്രാഹിം നബിയുടെ ഉമ്മത്തും തമ്മിലുള്ള ആ ഒരു വലിയ ബന്ധത്തെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കാൻ നമ്മുടെ ആരാധനകളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കടന്നു വരുന്നു. ഹജ്ജിന്റെ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആവർത്തിക്കുന്നില്ല. നിസ്കാരം നോക്കൂ. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് പോയിട്ട് സഹാബാക്കിറാം ചോദിച്ചു, നിസ്കാരത്തിൽ ഞങ്ങൾ എങ്ങനെ സ്വലാത്തു ചൊല്ലണം? സലാത്ത് ചൊല്ലണമെന്ന ഇന്നല്ലാഹു മലായികത്തുഹു എന്ന സൂറത്തുൽ അഹ്സാബിന്റെ 56ാമത് വചനം അവതരിച്ച പശ്ചാത്തലം. എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത്? അവർ പോയി ചോദിച്ചു, കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് ഞങ്ങൾ സ്വലാത്ത് ചൊല്ലേണ്ടത്? ആ സമയത്ത് മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങൾ ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലണം. ഇബ്രാഹിമി സ്വലാത്ത് ചൊല്ലണം. എന്തുകൊണ്ട് ഇബ്രാഹിമി സ്വലാത്ത്? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴായി പറഞ്ഞു, അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പൂർവ്വ പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനാ ഫലമാകുന്നു. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പിതാവ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായി ജനിച്ചയാളാകുന്നു. കഅബയുടെ നിർമ്മാണം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ഏൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹായത്തോടുകൂടെ ഈ ഭൂലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട അള്ളാഹുവിന്റെ ആരാധനാ ഭവനത്തെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുനർനിർമ്മിക്കുന്നു. നൂഹ് നബിയുടെ കാലത്തുള്ള തൂഫാൻ വെള്ളപ്പൊക്കത്തിലായിരുന്നു അത് തകർന്നില്ലാതെയായത്. അതിന്റെ സ്ഥാനം അള്ളാഹു ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിട്ട് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ കഅബ നിർമ്മാണം കഴിഞ്ഞപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നുണ്ട്, പടച്ചോനെ ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. പടച്ച റബ്ബ് അതിന്റെ സ്വീകാര്യത ഉറപ്പു കൊടുക്കുന്നു. അങ്ങനെ വലിയ സന്തോഷത്തിൽ നീ ഈ നാടിനെ ബലദുൻ അമീനാക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു. നല്ല നിർഭയത്വത്തിന്റെ നാട്, അവിടെ ആർക്കും ഒരു വിഷമം ഉണ്ടാകാൻ പാടില്ല. മക്കയിലെ ചെറിയ ചെടി പോലും നശിപ്പിക്കാൻ പാടില്ല. അതിനൊക്കെ പോകുന്ന ആളുകളുണ്ട്, ബറക്കത്തിന് കൊണ്ടുവരട്ടെ എന്ന് കരുതിയിട്ട് അവിടുത്തെ ഒരു ആര്യവേപ്പിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഹറാമാണ്. മുസ്ദലിഫയിൽ നിന്ന് കല്ല് പെറുക്കണ് ജംറയിൽ എറിയാൻ, ജംറയിൽ എറിഞ്ഞു തീരണം. ബാക്കിയുണ്ടെങ്കിൽ അവിടെ തന്നെ നിക്ഷേപിച്ചു പോരണം. നമ്മളുടെ ബാഗിൽ അത് ഇങ്ങോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹജ്ജിനോ ഉംറക്കോ പോകുന്ന ആളെ പ്രത്യേകം ചട്ടം കെട്ടി ഇത് അവിടെ കൊണ്ടുപോയിടാൻ പറഞ്ഞു കൊടുക്കണം. നമുക്ക് അവിടെ നിന്ന് ഒന്നുകൂടി കൊണ്ടുവരാൻ പറ്റില്ല. ചെടികൾ മുതൽ മനുഷ്യരടക്കം എല്ലാ ജീവജാലങ്ങൾക്കും വലിയ നിർഭയത്വമുള്ള ഒരു നാടാക്കി നീ ഇവിടെയാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതിന്റെ ഫലമായി വമൻ ദഖലഹു കാന ആമിന, മക്കത്ത് കയറിയവൻ രക്ഷപ്പെട്ടു, അവൻ നിർഭയനായി എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു, ഈ നാട്ടിലേക്ക് നീ എല്ലാ നാട്ടിലെയും വിഭവങ്ങൾ എത്തിച്ചു തരണമേ എന്ന്. അന്നത്തെ കാലത്ത് ആഗോളീകരണം നടന്നിട്ടില്ല, ഗ്ലോബലൈസേഷൻ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇന്ന് നമ്മുടെ നാട്ടിലൊക്കെ വിവിധ നാടുകളിൽ നിന്നുള്ള ആപ്പിളുകളും മറ്റും ലഭ്യമാണ്, കിവി പോലെയുള്ളതൊക്കെ നമുക്ക് ലഭ്യമാണ്. പക്ഷെ അന്ന് അങ്ങനെ കിട്ടൂല. പക്ഷേ മക്കയിൽ എല്ലാ കാലത്തും എല്ലാ നാട്ടിലുമുള്ള വിഭവങ്ങൾ റെഡിയായിരുന്നു. ഈ വിശുദ്ധമായ കഅബയുടെ ഒരു ഫലം. അങ്ങോട്ട് സന്ദർശനത്തിനെത്തുന്നവർ, തവാഫിനെത്തുന്നവർ, ഹജ്ജിനെത്തുന്നവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആർന്നതുപോലെ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത് മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, പടച്ചോനെ മക്കക്കാരിൽ നിന്ന് ഈമാനുള്ളവർക്കൊക്കെ നീ എല്ലാ വിഭവങ്ങളും നൽകണമേ. അള്ളാഹു തിരുത്തുന്നുണ്ട്, ഈമാനുള്ളവർക്ക് മാത്രമല്ല അല്ലാത്തവർക്കും വിഭവം കൊടുക്കണം, എല്ലാത്തവർക്കും വിഭവം കൊടുക്കണം. ഖാൽ, പടച്ച റബ്ബ് പറഞ്ഞു, വമൻ കഫറ, അവിശ്വാസികളായ ആളുകൾക്കും അള്ളാഹു ഭൗതികമായ സൗകര്യങ്ങൾ ചെയ്യും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്ക
അല്ലെങ്കിൽ ആ മേഖല മൊത്തം വിശുദ്ധമാവാൻ വേണ്ടി പടച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഇബ്രാഹിം നബിയും പുത്രനും കഅബ നിർമ്മാണം നടത്തുന്നു. എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം. സൂറത്തുൽ ബഖറയുടെ 127-ാമത് വചനം അങ്ങനെയാണ്. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഇബ്രാഹിം നബിയെ പിന്തുടരാൻ അല്ലാഹു നമ്മളോട് പറയുന്നത്. എന്ത് നന്മ ചെയ്താലും നമ്മൾ സ്വീകരിക്കാൻ പ്രാർത്ഥിക്കണമെന്ന് ഇവിടുന്ന് പഠിക്കുക. കഅബ അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം നിർമ്മിക്കുകയാണ്. അങ്ങനെ നിർമ്മിച്ചു. ഇനി നിർമ്മാണം നിർത്തിയാൽ മതി. പക്ഷെ ഇബ്രാഹിം നബി അവിടെയും വിനയാന്വിതനാകുന്നു. പടച്ചോനെ, ഇത് ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണമേ. എന്നിട്ട് അവിടുന്ന് ദുആർക്കുക, റബ്ബനാ വജ്അൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയ്യതിനാ ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക്. പടച്ചവനെ, എൻ്റെ സന്തതി പരമ്പരയിൽ നിന്ന് വിശുദ്ധരാകുന്ന, നിന്നെ ആരാധിക്കുന്ന, നിന്നെ മാനിക്കുന്ന ഒരു വിഭാഗത്തെ നീ ഉയർത്തെഴുന്നേൽപ്പിക്കണേ. വാരിനാ മനാസിക്കനാ വതുബ് അലൈനാ. ഞങ്ങളുടെ ആരാധനാ കാര്യങ്ങളെല്ലാം നീ ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ. ഇന്നക അൻത തവ്വാബുർ റഹീം. അതിനുശേഷം റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും. പടച്ചോനെ, ഈ ജനതയിൽ നീ ഒരു മഹാപ്രവാചകനെ ഉയർത്തെഴുന്നേൽപ്പിക്കണം. യത്ലു അലൈഹിം ആയാത്ത് വയുഅല്ലിഹുൽ കിതാബ വൽ ഹിക്മ. അവർക്ക് വിജ്ഞാനവും വേദഗ്രന്ഥവും പഠിപ്പിക്കുന്ന, അവർക്ക് ഗ്രന്ഥപാരായണം പഠിപ്പിക്കുന്ന ഒരു വലിയ പ്രവാചകൻ. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യണം. അങ്ങനത്തെ പ്രവാചകൻ. ഇന്നക അൻതൽ അസീസുൽ ഹക്കീം. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയിൽ 4 സംഗതികളാണ് ഉള്ളത്. ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം. ഈ നാടിൻ്റെ അഹിലുകാർക്ക് എപ്പോഴും മന്നം നൽകണം. എൻ്റെ സന്തതി പരമ്പര ഈ നാട്ടിൽ പുതിയൊരു ലോകം തുടങ്ങാൻ പോവുകയാണ്. അവരിൽ നീ നിന്നെ ആരാധിക്കുന്നവരെ ഉണ്ടാക്കി തീർക്കണം. ഞങ്ങൾക്ക് നീ നിന്റെ ആരാധനകൾ പഠിപ്പിച്ചു തരണം. ആത്യന്തികമായി എൻ്റെ പിൽക്കാല സമൂഹത്തെ സംസ്കരിക്കുന്ന, അവർക്ക് വേദം ഗ്രന്ഥം പഠിപ്പിക്കുന്ന, അവർക്ക് വിജ്ഞാനം പഠിപ്പിക്കുന്ന ഒരു മഹാപ്രവാചകനെ നീ അവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കണം. ഇബ്രാഹിം നബിക്ക് ശേഷം ഓരോ സന്തതിയും ഈ ഒരു പ്രവാചകനെ കാത്തുകാത്തിരുന്നു. ഈ ഒരു പ്രവാചകനെ കാത്തുകാത്തിരുന്നു. നമ്മൾ ആലോചിക്കുക, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്തുമായി വരുന്ന സന്ദർഭം ബൈബിളിൽ ഉദ്ധരിക്കുന്നുണ്ട്. അദ്ദേഹം ആരാണെന്ന് ചോദിക്കാൻ വേണ്ടി യഹൂദർ അന്നത്തെ വലിയ പണ്ഡിതന്മാരെ പറഞ്ഞയക്കുന്നു. യോഹന്നാൻ സുവിശേഷത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 19 മുതലുള്ള വാക്യങ്ങളിൽ ഇത് കാണാം. താങ്കൾ ആരാണെന്ന് ചോദിക്കുക. ആ ചോദിക്കുന്ന സമയത്ത് ഓരോന്ന് എടുത്ത് ചോദിക്കുന്നു, താങ്കൾ ക്രിസ്തുവാണോ? യോഹന്നാൻ എന്ന പേരിൽ ബൈബിൾ പരിചയപ്പെടുത്തുന്ന യഹ്യാ നബി അലൈഹിസ്സലാം, ഈസാ നബിയുടെ അതേ കാലത്ത് ജീവിച്ചയാളാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പുത്രനായി യഹ്യാ നബി ജനിക്കുന്നു. മറിയത്തിന്റെ പുത്രനായി മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നു. രണ്ടാളും ഏകദേശം ഒരേ കാലത്ത് ദഅവത്ത് നടത്തിയ ആളുകളാണ്. യഹ്യാ നബി ആദ്യം വരുന്നു. അവർ ചോദിക്കുകയാണ്, നീ ക്രിസ്തുവാണോ? യഹ്യാ നബി പറഞ്ഞു, അല്ല, ഞാൻ ക്രിസ്തു അല്ല. പിന്നെ അവർ ചോദിക്കുന്നുണ്ട്, നീ ഏലിയാമാണോ? ഇല്യാസ് നബി അലൈഹി സ്വലാം ആകാശത്തേക്ക് കയറിപ്പോയെന്നും അദ്ദേഹം പിന്നീട് മടങ്ങി വരുമെന്നും ഇവർ വിശ്വസിച്ചിരുന്നു. നീ ഏലിയാമാണോ? യഹ്യാ നബി പറഞ്ഞു, അല്ല, ഞാൻ ഏലിയാവും അല്ല. പിന്നെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ആ പ്രവാചകനാണോ? ഏതാ ആ പ്രവാചകൻ? നീ ആ പ്രവാചകനാണോ? ഏതാ ആ പ്രവാചകൻ? ബൈബിളിലെ പ്രവചനപരമായ കാര്യങ്ങളൊക്കെ യേശുവിലേക്ക് മുട്ടിക്കുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. ആ നിലക്ക് ഒരിക്കലും കൈകാര്യം ചെയ്ത് ഒപ്പിക്കാൻ പറ്റാത്തൊരു ഭാഗമാണിത്. കാരണം ഇതേ വചനത്തിൽ അവർ ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തുവാണോ? അപ്പൊ ക്രിസ്തു അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഇത് ക്രിസ്തു എന്ന് പറയാൻ പറ്റൂല. നീ ഏലിയാവാണോ എന്ന് ചോദിക്കുന്നുണ്ട്, അല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നീ ആ പ്രവാചകനാണോ? ഏതാണ് ഈ ആ പ്രവാചകൻ? റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക. പടച്ചോനെ, നിന്റെ ദൃഷ്ടാന്തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു മഹാപ്രവാചകനെ എൻ്റെ സന്തതിയിൽ നീ ജനിപ്പിച്ചേക്കണമേ എന്ന റബ്ബ് തആലയുടെ ആ റബ്ബ് തആലയോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ ആ പ്രാർത്ഥനയുടെ ഫലം എല്ലാ സമൂഹവും കാത്തുകാത്തിരുന്നു ആ ഒരു പ്രവാചകനെ. അത് ഞങ്ങളിൽ പെടണമെന്ന് ഓരോരുത്തരും വിചാരിച്ചു. അങ്ങനെയാണ് കാത്തുകാത്തിരുന്ന ക്രൈസ്തവരും ജൂതരും മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രായേലിനല്ലാതെ അറബികളിൽ ജനിച്ചപ്പോൾ ശത്രുക്കളായി മാറുന്നത്. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അറിയാം, ഇസ്രായേലരാകുന്ന ഇസ്ഹാഖും ടീമും ഒക്കെ ബാബിലോണിയ പലസ്തീൻ മേഖലയിൽ ജീവിക്കുമ്പോൾ എൻ്റെ മഹാപ്രവാചകൻ ഉയർത്തെഴുന്നേൽക്കേണ്ടത് ഇന്ന അവ്വല ബൈത്തിൻ ഉദിഅ ലിന്നാസി, ജനങ്ങൾക്കായി ആദ്യമായി സൃഷ്ടിക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട പരിശുദ്ധമാം കഅബയുടെ പരിസരത്താണ്. ബൈബിളിൽ പഴയ നിയമത്തിൽ പാറാൻ എന്ന് പറയുന്ന ആ മണൽ ഭൂമി,
അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹാഗാറിനെ, ബൈബിളിൽ അങ്ങനെയാണ് പേര്, ഹാജർ റളിയല്ലാഹു അൻഹയെയും കൈപ്പിടിച്ച് കൈക്കുഞ്ഞാകുന്ന ഇസ്മായിലുമായി പാറാൻ ഭൂമിയിലേക്ക് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത്. നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും പതറിപ്പോവാറുണ്ട്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ നിത്യമായി സ്മരിക്കാൻ നമ്മുടെ തഹയ്യാത്തിൽ ഇബ്രാഹിം നബിയുടെ പേര് പറയേണ്ടി വരുന്നത്. എല്ലാ പരീക്ഷണങ്ങളെയും മനോഹരമായി നേരിട്ടു മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം. വിസ്തരിക്കാൻ സമയം കുറവാണ്. വാർദ്ധക്യ സഹജമായ അവശതയുണ്ടാകുമ്പോഴാണ് ഇസ്മായിൽ നബി ജനിക്കുന്നത്. ലൂത്ത് നബിയുടെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി പോകുന്ന മലാഖമാരാണ് ഇബ്രാഹിം നബിയുടെ വീട്ടിലേക്ക് ആദ്യം വന്ന് മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് സുവിശേഷം പറയുന്നത്. ഈ വാക്ക് കേട്ടപ്പോ മഹദിയാം ഹാഗാർ ചിരിക്കുന്നുണ്ട്. ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, വഹക്കത്ത്, അവർക്ക് ചിരി വന്നു. കാരണം ഒരിക്കലും കുട്ടിയില്ലാത്ത ടൈപ്പാണ്. പിന്നെ വൃദ്ധയാവും ചെയ്തു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്ന് 85 വയസ്സാണ് പ്രായം. 85 വയസ്സാണ് പ്രായം. ഈ കാലത്ത് എങ്ങനെ കുട്ടി ജനിക്കാനാന്ന് ഓർത്തിട്ട് അവര് ചിരിക്കുന്നുണ്ട്. പക്ഷെ പടച്ച റബ്ബിന്റെ തീരുമാനം അങ്ങനെയായിരുന്നു. അങ്ങനെ കുഞ്ഞ് ജനിക്കുന്നു. ഈ കൈക്കുഞ്ഞിനെ, മുലകുടിപ്രായം മാറാത്ത കൈക്കുഞ്ഞിനെ മാതാവിനോടൊപ്പം നിർജ്ജന ശൂന്യതയിൽ പാറാൻ ഭൂമിയിൽ ഉപേക്ഷിക്കണമെന്നാണ് റബ്ബിന്റെ തീരുമാനം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അത് നേർക്കുനേർ ഉൾക്കൊള്ളുന്നു. എന്തുകൊണ്ട്? ചരിത്രത്തിന്റെ ഒരു പുതുപ്പിറവി നടക്കാൻ പോവുകയാണ്. ഇസ്രായേലിലല്ലാതെ താൻ പ്രാർത്ഥിച്ച ആ പ്രവാചകന്റെ ജന്മം നടക്കാൻ പോവാണ്. അത് എവിടെ സംഭവിക്കണം? അത് കഅബയുടെ പരിസരത്ത് സംഭവിക്കണം. അതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയെയും പിഞ്ചു പൈതലിനെയും അവിടെ ഉപേക്ഷിച്ചിട്ട് പോരണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കുഞ്ഞിനെയും ഭാര്യയെയും ഒരു മനുഷ്യനുമില്ലാത്ത, നിഴലുപോലുമില്ലാത്ത, ഒന്ന് ചാരിയിരിക്കാൻ ഒരു മരം പോലും ഇല്ലാത്ത പാറക്കൂട്ടങ്ങളുടെയും മുള്ള് ചെടികളുടെയും ഇടയിൽ ഉപേക്ഷിച്ചു പോരുമ്പോ ഇബ്രാഹിം നബി ആവുന്ന മഹാപ്രവാചകനെ തൽക്കാലം മറക്കുക. ഒരു പിതാവായിരുന്നു ഇബ്രാഹിം നബി, ഒരു ഭർത്താവായിരുന്നു ഇബ്രാഹിം നബി. അവിടുത്തെ മനസ്സിലുണ്ടായിരുന്ന സംഘർഷങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. അവിടുത്തെ മനസ്സിലുണ്ടായിരുന്ന സംഘർഷങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കുക. ആരാരുമില്ലാത്ത സ്ഥലത്ത്, വന്യമൃഗങ്ങൾ മാത്രം വിഹരിക്കുന്ന മേഖലയിൽ, ഒരിറ്റു വെള്ളം പോലും ലഭ്യമാവാൻ ഒരു സാധ്യതയുമില്ലാത്ത ആ പ്രദേശത്ത് സ്വന്തം ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു പോരുന്ന പ്രവാചകരാകുന്ന ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മാറ്റിവെച്ചിട്ട് പിതാവും ഭർത്താവുമാകുന്ന ഇബ്രാഹിം നബിയെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് പരീക്ഷണങ്ങൾ സിമ്പിളായിട്ട് തോന്നും. നമുക്ക് പരീക്ഷണങ്ങൾ ഒന്നുമല്ല എന്ന് ബോധ്യപ്പെടും. ഇബ്രാഹിം നബി തിരിഞ്ഞു നോക്കാതെ നടക്കുന്നുണ്ട്. ഇത്തിരി ചെന്നപ്പോ ഹാഗാർ വിളിക്കുന്നു, ഈ യാത്രയും ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടുള്ള തിരിച്ചുപോക്കും റബ്ബിന്റെ തീരുമാനമാണോ അത് അങ്ങയുടെ സ്വയം തീരുമാനമാണോ? അവിടുന്ന് തിരിഞ്ഞു നോക്കാതെ മറുപടി പറഞ്ഞു, റബ്ബിന്റെ തീരുമാനം. മഹദി അൽഹംദുലില്ലാ പറഞ്ഞു, റബ്ബിന്റെ തീരുമാനാണെങ്കിൽ പടച്ച റബ്ബ് അതുകൊണ്ട് എന്തെങ്കിലും ഒരു നല്ല ഹിക്മത്ത് വിചാരിക്കുന്നുണ്ടാകും. റബ്ബിന്റെ തീരുമാനാണെങ്കിൽ അത് അംഗീകരിക്കേണ്ടവളാണ് ഞാൻ. റബ്ബിന്റെ തീരുമാനമാണെങ്കിൽ അതിന് യാതൊരു വിമുഖതയും തോന്നാൻ പാടില്ലാത്തവളാണ് ഞാൻ. മഹദി അങ്ങനെ തന്നെ ഉറപ്പിച്ചു നിൽക്കുന്നു. ഇത് വലിയൊരു സംസ്കാരത്തിന്റെ തുടക്കമാണ്. നമ്മൾ മനസ്സിലാക്കണം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭീരുവായ ഭർത്താവായിരുന്നു എന്നാണ് ഖദീജ മുംതാസ് എന്ന് പറയുന്ന ഡോക്ടറുടെ ബർസ എന്ന പുസ്തകത്തിന്റെ ആമുഖത്തിൽ കുഞ്ഞാമു എഴുതി വെക്കുന്നത്. ചരിത്രത്തെക്കുറിച്ചോ ഇസ്ലാമിക ജ്ഞാനത്തെക്കുറിച്ചോ ഒന്നും അറിയാത്ത കുഞ്ഞാമുമാർ ക്ഷമിച്ചേ പറ്റൂ. ഭീരുവായ ഭർത്താവല്ലേ. തന്റെ പ്രിയപ്പെട്ട ഭാര്യക്കും മകനും അന്നം കൊടുക്കാൻ എന്താ ചെയ്യാന്ന് ആശങ്കപ്പെട്ട് അവരെവിടെയോ ഉപേക്ഷിച്ചു പോരല്ല. അങ്ങനെയാണെങ്കിൽ ഫലസ്തീനിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ നടന്നു വരേണ്ട യാതൊരു കാര്യമില്ല. നേരെ മറിച്ച് അവിടെ തന്റെ ഭാര്യയെയും മകനെയും ഉപേക്ഷിക്കണമെന്ന അള്ളാഹുവിന്റെ തീരുമാനം അതിശക്തമായ പ്രലോഭനങ്ങളെ അതിജയിച്ച് നടപ്പിലാക്കിയ ധീരനായ ഭർത്താവായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഓരോരുത്തരുടെ തള്ളങ്ങനെയാണ്.
സ്വന്തം ഭാര്യയെയും മകനെയും ഉപേക്ഷിച്ചു വന്ന ഭീരുവായിരുന്നു എന്ന് ഖലീലുല്ലാഹി എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഹാപ്രവാചകരെ കുറിച്ച് നമ്മുടെ കേരളത്തിൽ എഴുതി വെച്ചതാണ് കുഞ്ഞാമു എന്ന് പറയുന്ന മനുഷ്യൻ. ഇത് ഭീരുത്വം കൊണ്ടല്ല, ചരിത്രത്തിന്റെ വലിയ ഒരേട് ഇനി അവിടെ വിടരാൻ പോവുകയാണ്. അറബികൾ എന്ന് പറയുന്ന വലിയ സമൂഹം രൂപപ്പെടാൻ പോവുകയാണ്. ഇബ്രാഹിം നബി ഒന്നുകൂടെ അത് വരുന്നു, ഇവരിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ നീ കേന്ദ്രീകരിപ്പിക്കണമേ. അങ്ങനെയാണ് വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന മോന്റെ തൊണ്ട നനയ്ക്കാൻ ഇറ്റു വെള്ളം കിട്ടുമെന്ന് ആലോചിച്ച് മഹദിയാം ഹാജർ ആ സഫ മർവയ്ക്കിടയിലൂടെ പലവട്ടം ഓടുമ്പോ ആ കുഞ്ഞിന്റെ കാലടിക്കുന്നിടത്ത് നിന്ന് സംസം രൂപപ്പെടുന്നത്. മുത്തറസൂൽ പറഞ്ഞു, റഹിമല്ലാഹു ഉമ്മ ഇസ്മായിൽ നബിയുടെ ഉമ്മയ്ക്ക് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ. അവരെങ്ങാനും ആ ജലധാരയോട് നിൽക്കൂന്ന് പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ ടൈഗ്രീസിനെ പോലെ യൂപ്രട്ടീസിനെ പോലെ ഒരു വലിയ സമുദ്രമായി അത് രൂപപ്പെടുമായിരുന്നു. പക്ഷെ അവർ കെട്ടി നിർത്തി, ടാങ്കാക്കി നിർത്തി. ആ വെള്ളം അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അന്നമായി, ഭക്ഷണമായി, ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലെയും രക്ഷയായി മാറി. ദൂരെ നിന്നൊരു യാത്രാസംഘം പോകുകയാണ്. ദാഹിച്ചു വലഞ്ഞിട്ടുണ്ടവർ. പക്ഷികൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നത് കണ്ടപ്പോ മരുഭൂയാത്രക്കാരുടെ പരിചയം വെച്ച് അവർക്ക് മനസ്സിലായി അവിടെ വെള്ളമുണ്ട് എന്ന്. അവർ യാത്ര തിരിച്ചുവിട്ടു പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നതിലേക്ക്. അപ്പോഴാണ് ഒരു മാതാവിനെയും കൈക്കുഞ്ഞിനെയും കാണുന്നത്. അവരുടെ അടുത്ത് ടാങ്ക് കെട്ടി നിർത്തിയ നല്ല ശുദ്ധജലം കാണുന്നത്. ഞങ്ങൾക്ക് വെള്ളം തരാമോ എന്ന് അവർ അന്വേഷിക്കുന്നു. ആന്ന് പറയുന്നു. ഞങ്ങൾ ഇവിടെ കൂടി പാർത്തോട്ടെ എന്ന് അവർ ചോദിക്കുന്നു. മഹദിയാം ഹാഗർ സമ്മതിക്കുന്നു. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഇങ്ങനെ വലിച്ചു വരിക, ഓരോന്നോരോന്ന്. ജനങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ടിനി ആകർഷിക്കണം. അങ്ങനെ ഈ ജുർഹൂം സമൂഹം അവിടെ താമസം തുടങ്ങുകയും. ഏത് നാഗരികത അങ്ങനെയാണ്. ഒരു ജലത്തിനോട്, ജലധാരയോട്, പുഴയോട് ബന്ധപ്പെട്ടാണ് അത് ഉണ്ടാകുക. ഞാൻ പറഞ്ഞു, ലോകത്തെ ആദ്യത്തെ നാഗരികത മെംഫിസ് കേന്ദ്രീകരിച്ച് ഈജിപ്തിലേതായിരുന്നു. നൈൽ നദിയാണ് അതിന് കാരണം. രണ്ടാമത്തേത് മെസോപ്പൊട്ടേമിയായിരുന്നു. യൂപ്രട്ടീസും ടൈഗ്രീസുമാണ് അതിന് കാരണം. മൂന്നാമത്തെ ഏറ്റവും പഴയ നാഗരികത സിന്ധു നദീതട സംസ്കാരമായിരുന്നു. സിന്ധു നദിയും അതിൻ്റെ പോഷക നദിയായ ഇന്ന് ഇല്ലാത്ത മൂടി തൂർന്നുപോയ രാവി നദിയുമായിരുന്നു അതിൻ്റെ കാരണം. പിന്നീട് അവിടെ ജനങ്ങൾ കൂടിക്കൂടി വരുന്നു. ഇസ്മായിൽ അലൈഹിസ്സലാം വളർന്നു വരുന്നു. ധീരനായ ബാലനാകുന്നു. പിന്നീട് നല്ല കോമളനായ യുവാവാകുന്നു. ജർഹൂം ഗോത്രത്തിൽ നിന്ന് കല്യാണം കഴിക്കുന്നു. സന്തതികൾ ജനിക്കുന്നു. ആ പരമ്പര അദ്നാന് വഴി, കഹ്താന് വഴി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഒരു മഹാജന്മത്തിന്റെ മുന്നോടിയായാണ് ധീരനാകുന്ന ഭർത്താവ്, പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം കുഞ്ഞുമോനെയും ഭാര്യയെയും ആ നാട്ടിൽ ഉപേക്ഷിച്ചു പോയത്. ഇബ്രാഹിം നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കുക. നമുക്ക് ഏറ്റവും കൂടുതൽ മാതൃക ഉൾക്കൊള്ളാൻ അതിന് സാധിക്കും. പുതിയ കാലത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. നമ്മൾ വലിയ പേടിയിലാണ്. CAA വരൂ, NRC വരൂ, ഭരണാധികാരികൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? തീർച്ചയായും ആ ആശങ്ക നമ്മുടെ ഒക്കെ മനസ്സിലുണ്ട്. ഇബ്രാഹിം നബിയിലേക്ക് മടങ്ങാം. നമ്രൂദിനെ പോലെയുള്ള ഒരു ഭീകരൻ ഇതുവരെയും നമുക്ക് ഭരണാധികാരിയായി വന്നിട്ടില്ല. അയാൾ ആദ്യഘട്ടങ്ങളിലൊക്കെ അയാൾ വിവിധങ്ങളായ നക്ഷത്രങ്ങൾ ആരാധിക്കുന്നയാളായിരുന്നു. പിന്നീട് മെല്ലെ മൂപ്പർ അതിൽ നിന്ന് മാറുന്നു. ആ നക്ഷത്രങ്ങൾ ആരാധന നിലനിർത്തുമ്പോൾ തന്നെ നമ്രൂദ് സ്വയം ദൈവമാണെന്ന് പ്രഖ്യാപനം നടത്തുന്നു. ആ ജനങ്ങളൊക്കെ അത് അങ്ങനെ തന്നെ അംഗീകരിക്കണു. അവർക്ക് എന്തെങ്കിലും ഒന്നും അത് ആരാധിച്ചാൽ മതി. അവരുണ്ടാക്കുന്ന പ്രതിഷ്ഠയായാലും കൊള്ളാം, ഏതെങ്കിലും രാജാവായാലും വേണ്ടില്ല, അവരെല്ലാവരും അത് അംഗീകരിച്ചുകൊണ്ട് പിന്നെ നമ്രൂദിന് ആരാധന തുടങ്ങുന്നു. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ദഅവത്ത് ആരംഭിക്കുന്ന ഘട്ടമാണ്. അതിശക്തനാകുന്ന പ്രതിയോഗി. പക്ഷെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മടങ്ങി നിന്നില്ല. അയാളുടെ അടുത്തേക്ക് ദഅവത്തിന് പോയി. ഇബ്രാഹിം നബിയുടെ ജനനത്തെ കുറിച്ച് തന്നെ നമ്രൂദിന് സൂചന കിട്ടിയിരുന്നു. അയാൾ ഭീകരമായൊരു സ്വപ്നം കണ്ടു. ഒരു പ്രകാശിക്കുന്ന നക്ഷത്രം ഉദിച്ചുയരുന്നു. ഈ നക്ഷത്രം പൊന്തി വന്ന് സൂര്യനെയും ചന്ദ്രനെയും നിഷ്പ്രഭമാക്കുന്നു. ഇതിന്റെ പ്രഭയ്ക്ക് മുന്നിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും മറ്റു നക്ഷത്രങ്ങളുടെയൊക്കെ പ്രഭ ഒന്നുമല്ലാതായിത്തീരുന്നു. അതിന്റെ വെളിച്ചം പോകുന്നു. ഞെട്ടിയുണർന്ന ഇയാൾ തന്റെ ജ്യോത്സ്യന്മാരെ വിളിക്കുന്നു. അവരോട് പ്രശ്നം നിരത്താൻ പറയുന്നു. അവർ കവടി നിരത്തിയിട്ട് വലിയൊരു പ്രവചനം നടത്തുന്നു. മഹാരാജാവെ ക്ഷമിക്കണം, അങ്ങയുടെ ഭരണാധികാരം നീങ്ങാൻ പോവാണ്. അങ്ങയുടെ ആരാധ്യരാകുന്ന സൂര്യനെയും ചന്ദ്രനെയും
ആരാധ്യനല്ലെന്ന് തെളിയിക്കാൻ പോവുകയാണ്. അവരൊക്കെ വെറും ദൈവിക സൃഷ്ടികളാണെന്ന് സമൂഹം മനസ്സിലാക്കാൻ പോവുകയാണ്. കാരണം ഒരു കുഞ്ഞ് ജനിക്കാനിരിക്കുന്നു. ആ കുഞ്ഞ് വളർന്നു വരുമ്പോൾ അവൻ നമ്മുടെ എല്ലാ വിശ്വാസ കാര്യങ്ങളെയും തിരുത്തും. രാജാവ് ഒരു കൽപ്പന നടത്തി, ഇനി ബാബിലോണിയയിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ലൈംഗിക ബന്ധം പാടില്ല. ലൈംഗിക ബന്ധം ഉണ്ടായാൽ തന്നെയും കുഞ്ഞ് ജനിക്കാൻ പാടില്ല. കുഞ്ഞ് ജനിച്ചാൽ തന്നെ ജീവനോടെ വെച്ചേക്കാൻ പാടില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ഒരു പശ്ചാത്തലത്തിലാണ് ജനനം കൊള്ളുന്നത്. വളരെ സ്വകാര്യമായാണ് ബഹുമാനപ്പെട്ടവരെ വളർത്തിയത്. ഖുർആൻ സൂറത്തുൽ അറാഫിൽ ഇബ്രാഹിം നബി പറയുന്ന ഒരു വലിയ ദഅവത്തിന്റെ രീതിയുണ്ട്. അവിടുന്ന് നക്ഷത്രങ്ങൾ അങ്ങനെ കാണുകയാണ്. അപ്പൊ ആ സമൂഹത്തിന്റെ മുന്നിൽ പ്രഖ്യാപിച്ചു, ഹൈ എന്ത് ഉഷാറുണ്ട്, ഇതാണ് എൻ്റെ ദൈവം. ഓലെല്ലാവരും വലിയ റാഹത്തിലായി, സന്തോഷത്തിലായി. വെറും എതിർപ്പുമായിട്ട് നടക്കുന്ന ഇബ്രാഹിം ഇതാ നമ്മുടെ നക്ഷത്ര ദൈവത്തെ അംഗീകരിച്ചിരിക്കുന്നു. ഓരെല്ലാവരും വലിയ സന്തോഷത്തിലായി. പക്ഷേ കുറച്ചിങ്ങനെ കഴിഞ്ഞ് നേരം വെളുക്കാൻ തുടങ്ങിയപ്പോ നക്ഷത്രങ്ങളൊക്കെ പോകുന്നു. അവിടുന്ന് പറഞ്ഞു, ഇങ്ങനെ അസ്തമിക്കണ സാധനങ്ങളെ ദൈവാക്കാൻ പറ്റൂല. പിന്നെ അവിടുന്ന് ചന്ദ്രനെ കുറിച്ച് പറയുന്നുണ്ട്. ചന്ദ്രൻ നല്ല പ്രഭ ഒഴിച്ചിങ്ങനെ വന്നപ്പോ ഇത് നല്ല ഉഷാറുണ്ടല്ലോ, ഇതാ ദൈവം എന്ന് പറഞ്ഞു. ചന്ദ്രാരാധകരൊക്കെ പിറകെ കൂടി, വലിയ സന്തോഷമായി അവർക്ക്. പക്ഷെ നേരം വെളുത്തു, ചന്ദ്രൻ പോയി. ഇതൊന്നും ദൈവമാകാൻ പറ്റൂലെന്ന് ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചു. പിന്നെ സൂര്യൻ, ഇതാണല്ലോ അതിലേറെ പ്രഭ, ഇതാണല്ലോ വലുത്, ഇതാണ് ദൈവം എന്ന് പറഞ്ഞു. നേരം വെളുത്ത് സൂര്യനെ നമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം ഇബ്രാഹിമിന് അവരുടെ ഗ്രൂപ്പ് കിട്ടിയതിൽ വലിയ സന്തോഷം പ്രകടിപ്പിച്ചു. പക്ഷെ വൈകുന്നേരം വരെ അത് നീണ്ടു നിന്നുള്ളൂ. സൂര്യൻ അസ്തമിച്ചപ്പോൾ ഇബ്രാഹിം നബി പറഞ്ഞു, ഛേ അതും പോയല്ലോ, ഇതൊന്നും ദൈവമാകാൻ പറ്റൂല. ഈ ചരിത്രം ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് എന്താ ഇപ്പോ അങ്ങനെ കാണുമ്പോൾ ഇത് തോന്നാനും പറയാനും കാര്യം, അതിൻ്റെ മുന്നൊക്കെ കണ്ടിട്ടില്ലേ എന്ന് ചില ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ പറയണ ഇബ്രാഹിം നബി ഒരു ഗുഹയിലായിരുന്നു ജനിച്ചത്, വെളിച്ചം കാണാതെ വളർന്നതായിരുന്നു. അങ്ങനെ വലുതായി ഒക്കെ വന്നതിന് ശേഷം ഒരു ദിവസം പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ഈ നക്ഷത്രം കാണുന്നത്. അപ്പം മൂപ്പര് അത്ഭുതത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അതിൻ്റെ ഒന്നും ഒരു കാര്യമില്ല. ഇബ്രാഹിം നബി ജനിക്കുമ്പോ കുട്ടികളെ കൊല്ലുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്തും അങ്ങനെ തന്നെ ഉണ്ട്. ഖുർആൻ അതും പറയുന്നുണ്ട്. അതുകൊണ്ട് വളരെ സ്വകാര്യമായിട്ടാണ് ഇബ്രാഹിം നബിയെ വളർത്തിയത് എന്നത് ശരിയാണ്. പക്ഷെ വെളിച്ചം കാണാതെ ഏതൊരു ഗുഹയിലായിരുന്നു. പ്രവാചകത്വമൊക്കെ കിട്ടിയതിന് ശേഷം പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് ചന്ദ്രനെ കണ്ടത്. അത് മഹാബദ്ധാണ്. നമുക്കൊക്കെ ജീവിതത്തിൽ അങ്ങനെ പലതും ഉണ്ടാവില്ലേ. സർ ഐസക് ന്യൂട്ടൻ ആദ്യമായിട്ടാണോ ആപ്പിൾ കാണുന്നത്? സർ ഐസക് ന്യൂട്ടൻ ആദ്യമായിട്ടാണ് ആപ്പിൾ വീണത് കണ്ടത്? അയാൾ ഏതോ ഒരു ഗുഹയിലായിരുന്നു. ആപ്പിളും മാങ്ങിയും ചക്കയൊന്നും തീരെ കണ്ടിട്ടില്ലായിരുന്നു. ഒരു സാധനം മോളിന്ന് താഴേക്ക് വീണത് മൂപ്പർക്ക് പരിചയമല്ലായിരുന്നു. ഒരു ദിവസം ഗുഹയിൽ നിന്ന് വന്നപ്പോൾ ഒരു ആപ്പിളോട് വീണത് കണ്ടു, തലയ്ക്ക് വീണു. അപ്പം മൂപ്പര് ആലോചിച്ച്, പടച്ചോനെ ഇതെങ്ങനെ അങ്ങനെ മനസ്സിലായി ഗ്രാവിറ്റി എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അയാൾ അതിൻ്റെ മുന്നൊക്കെ കണ്ടിട്ടുണ്ടത്. പക്ഷെ ഒരു പ്രാവശ്യം വീണപ്പോഴാണ് മൂപ്പർക്ക് ഇങ്ങനെ ചിന്തിക്കാൻ തോന്നിയത് എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അതിൻ്റെ മുന്നേ സൂര്യനെയും ചന്ദ്രനെയും കാണാത്തോണ്ടല്ല, നേരെ മറിച്ച് മൂപ്പർക്ക് അങ്ങനെ ഒരു ദഅവത്ത് നടത്താം, ഈ സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കുന്നവരുടെ മുമ്പിൽ ഇങ്ങനെ പറയാം എന്ന് തോന്നുന്നതെന്നാണ്. അത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് കഥകൾ ഉണ്ടാക്കരുത് നമ്മളാരും. അങ്ങനെ നമ്രൂദിന്റെ ഈ സ്വപ്നം പിന്നീട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിലൂടെ പുലരുന്നു. അവിടുന്ന് നമ്രൂദിന്റെ കൊട്ടാരങ്ങളെ കിടിലം കൊള്ളിക്കുന്നു. നമ്രൂദ് വിളിക്കുന്നുണ്ട് പലപ്പോഴും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി സംവാദം നടത്തുന്നുണ്ട് നമ്രൂദ്. ഒരു ദിവസം അവരുടെ ഉത്സവം നമുക്കൊക്കെ അറിയാം. ഉത്സവത്തിന്റെ ആ സന്ദർഭത്തിൽ അവരെല്ലാവരും പോയ സമയത്ത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അവരുടെ പ്രതിഷ്ഠകളെ മൊത്തം കൊത്തി പൊളിക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ദൈവത്തിന്റെ കഴുത്തിൽ കോടാലിയും തൂക്കിയിട്ട് അവിടുന്ന് പോയി. അവർ ഉത്സവമൊക്കെ കഴിഞ്ഞ് രാവിലെ പ്രഭാത പൂജയ്ക്ക് വേണ്ടി നട തുറന്നു നോക്കുമ്പോ തകർന്ന് തരിപ്പണായി കിടക്കുന്ന ദൈവങ്ങളെയാണ് കാണുന്നത്. ബേജാറായി അവർ. എന്ത് സംഭവിച്ചു നമ്മുടെ ദൈവങ്ങൾക്ക് എന്ന് അവർ ചർച്ച ചെയ്തു. ആ സമയത്ത് ഖുർആൻ അങ്ങനെ തന്നെ പറയണ്ടേ, യുക്കാലു ലഹു ഇബ്രാഹിം എന്ന് പേരുള്ള ഒരാളുണ്ട്. മൂപ്പര് ഇതിനൊക്കെ എതിർത്ത് നടക്കാറുണ്ട്. എന്നാ മൂപ്പരോട് കൊണ്ടുവരി എന്ന് പറയുന്നു. അങ്ങനെ കൊണ്ടുവരുന്നു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു, നീയായിരുന്നോ ഞങ്ങളുടെ ആലിഹത്തിനോട് ഇതൊക്കെ ചെയ്തത് എന്ന്. ഇബ്രാഹിം നബി വളരെ തന്ത്രപരമായിട്ടൊരു മറുപടി പറയണ്, കബീർ ഹുമാദ, വല്യോദാ, ചോദിച്ചു നോക്കി എന്നുള്ള രീതിയിൽ. വലിയ ചങ്ങായി ധരിക്കണ്, ചോദിച്ചു നോക്കി. ആ സമയത്ത് അവർ പറയണേ, എന്ത് പൊട്ടത്തരാ പറയണേ,
ഈ മിണ്ടാത്ത, പ്രതികരിക്കാൻ കഴിയാത്ത, മഴയെടുത്ത് പൊക്കാൻ പറ്റാത്ത ഞങ്ങളുടെ വലിയ ദൈവം ഇവറ്റങ്ങളെ മൊത്തം പൊളിച്ചു എന്നാണോ നീ പറയണത്? ആ നിമിഷത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി കാത്തിരുന്നത്. അവിടുന്ന് ചോദിക്കുന്നു, കേൾക്കാത്ത, പറയാനാവാത്ത, കൈപൊക്കിയിട്ട് സ്വന്തം കൂട്ടുകാരെ സംരക്ഷിക്കാനോ തകർക്കാനോ പറ്റാത്ത നിങ്ങൾ നിർമ്മിച്ച് പ്രതിഷ്ഠകൾ ആരാധിക്കുകയാണോ നിങ്ങൾ? എന്തൊരു പൊട്ടത്തരം, എന്തൊരു വിഡ്ഢിത്തം! ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഇബ്രാഹിം നബി ഇതൊക്കെ ചെയ്തത്. ഓരോ ഘട്ടത്തിലും നമ്രൂദ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയുടെ 258 വചനത്തിൽ ഇബ്രാഹിം നബിയും നമ്രൂദും നടത്തുന്ന ഒരു സംവാദം ഉദ്ധരിക്കുന്നുണ്ട്. അലം തറ ഇലല്ലദീ ഹാജ്ജ ഇബ്രാഹിമ ഫീ റബ്ബി. അല്ലാഹുവിന്റെ കാര്യത്തിൽ ഇബ്രാഹിം നബിയോട് സംവാദം നടത്തിയയാളെ റസൂൽ തങ്ങളെ അങ്ങേക്കറിയില്ലേ? അന്നതാഹുല്ലാഹുൽ മുൽക്ക് ഇദ് ഖാല ഇബ്രാഹിം റബ്ബി അല്ലദീ യുഹ്യീ വയുമീത്. വലിയ അധികാരിയായിരുന്നു ആ ചങ്ങാതി. തന്റെ അധികാരത്തിന്റെ പ്രൗഢിയിൽ തൗഹീദിന് വിരുദ്ധമായി ധാരാളമായി പ്രവർത്തിച്ചു. താൻ തന്നെ ദൈവമാണെന്ന് പലപ്പോഴും പ്രഖ്യാപിച്ചു. ഇബ്രാഹിം നബിയുടെ മുമ്പിൽ സംവാദ സന്ദർഭത്തിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇന്ന റബ്ബി, എന്റെ റബ്ബാരാൻ, യുഹ്യീ വയുമീത്, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. ഖാൽ, ഈ നമ്രൂദ് പറഞ്ഞു, അന ഉഹ്യീ വയുമീത്, ഞാനും ജീവിപ്പിക്കും മരിപ്പിക്കുകയൊക്കെ ചെയ്യും. മുഫസ്സിരീങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, ഇയാൾ 2 ജയിൽ പുള്ളികളെ കൊണ്ടുവന്നു എന്നാണ്. ഒരാളെ തലവെട്ടി, കണ്ടോ ഞാൻ മരിപ്പിച്ചു. വേറൊരുത്തനെ പിരിച്ചു റിലീസാക്കി, പൊയ്ക്കോന്ന് പറഞ്ഞു, കണ്ടോ ഞാൻ അവനെ ജീവിപ്പിച്ചു. വലിയ പൊട്ടത്തരം മുപ്പര് ചെയ്തത്. ജീവിപ്പിക്കലും മരിപ്പിക്കലും ഇതല്ല. ഒരാളെ ജീവിക്കാൻ അനുവദിക്കലും അവനെ കൊല്ലലും ഒക്കെ മറ്റൊരു കാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതിന് കൂടുതലൊന്നും പ്രതികരിച്ചില്ല. പക്ഷെ ഇവൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം അയാളുടെ മുമ്പിൽ വെക്കുന്നു. ഖാല ഇബ്രാഹിം ഫഇന്നല്ലാഹ യഅതി ബിശംസി മിനൽ മശ്രിഖ്, എന്റെ റബ്ബാണ് മശ്രിഖിൽ നിന്ന് സൂര്യനെ ഉദിപ്പിക്കുന്നത്. ഫഅതി ബിഹാ മിനൽ മഗ്രിബ്, എന്നാൽ നീ ഒന്ന് ദൈവാണെങ്കിൽ അതിനെ മഗ്രിബിൽ നിന്നൊന്ന് കൊണ്ടുവരാമോ? കിഴക്കിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നു, പടിഞ്ഞാറത് അസ്തമിക്കുന്നു, അതെന്റെ റബ്ബിന്റെ പരിപാടിയാണ്. എന്നാൽ നീ ദൈവാണെന്നല്ല പറയണത്. നാളെ സൂര്യനെ പടിഞ്ഞാറിൽ നിന്ന് ഉദിപ്പിക്കാമോ? പരിശുദ്ധ ഖുർആൻ തുടർന്ന് പറയുന്നുണ്ട്, ഫബുഹിത്തല്ലദീ കഫർ, നിഷേധിയായ മനുഷ്യൻ ഉത്തരം മുട്ടി. അത് ചെയ്യാൻ പറ്റൂല. ഇവിടെ മാംറാസി ചർച്ച ചെയ്യുന്ന ഒരു വലിയ തത്വമുണ്ട്. എന്തുകൊണ്ടാ ചങ്ങാതിക്കപ്പ തിരിച്ചടിച്ചുകൂടായിരുന്നു? എല്ലാ ദിവസവും ഞാനാണ് സൂര്യനെ കിഴക്കിൽ നിന്ന് ഉയർത്തിപ്പിക്കുന്നത്, എല്ലാ ദിവസവും ഞാനാണ് സൂര്യനെ പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നത്. നിന്റെ റബ്ബിന് സാധിക്കുമെങ്കിൽ അതൊന്ന് ഓപ്പോസിറ്റ് സൈഡ് സംഭവിപ്പിക്കാമോ എന്ന് ഇബ്രാഹിം നബിയോട് എന്തുകൊണ്ട് നമ്രൂദ് തിരിച്ചു ചോദിച്ചില്ല? വളരെ പ്രസക്തമായ ചോദ്യം. എന്തുകൊണ്ട് നമ്രൂദിനെ അങ്ങനെ തിരിച്ചു ചോദിക്കാൻ പറ്റൂലായിരുന്നു? അങ്ങനെ വരുമ്പോൾ ഇബ്രാഹിം നബിക്ക് ദ്വാരക്കേണ്ടി വരും. പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ ഡിസോർഡർ ആയിട്ട് പടിഞ്ഞാറിൽ നിന്ന് സൂര്യൻ ഉദിക്കേണ്ടി വരും. അതൊക്കെ റബ്ബിന് സാധ്യമാണ്. ഇബ്രാഹിം നബി ആവശ്യപ്പെട്ടാൽ അള്ളാഹു അങ്ങനെ ചെയ്തു കൊടുക്കുകയും ചെയ്യും. പക്ഷേ സംവാദം പിന്നെയും നീണ്ടുപോകും. ഖുർആൻ പറയുന്നത് ഫബുഹിത്തല്ലദീ കഫർ എന്നാണ്. എന്റെ റബ്ബ് കിഴക്കിൽ നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു, പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നു, നിനക്ക് പറ്റുമെങ്കിൽ അതൊന്ന് തിരിച്ചു ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ ഉത്തരം മുട്ടി. എന്തുകൊണ്ട്? അവന്റെ വലിയ ദൈവമാണ് സൂര്യൻ. ഈ അഗ്നി ആരാധകരൊക്കെ അഗ്നിനെ ആരാധിക്കുന്നത് സൂര്യന്റെ പ്രതീകമായിട്ടാണ്, അല്ലാതെ അഗ്നിനല്ല അവർ നേരിട്ട് ആരാധിക്കുന്നത്. സൂര്യന്റെ പ്രതീകമായിട്ടാണ് അവർ അഗ്നിയെ കെടാതെ സൂക്ഷിക്കുന്നത്. അപ്പൊ എങ്ങാനും ഈ നമ്രൂദ് ഞാനാണ് സൂര്യനെ കിഴക്കിൽ നിന്ന് കൊണ്ടുവരണതും പടിഞ്ഞാറ് അസ്തമിപ്പിക്കുന്നതും എന്ന് പറഞ്ഞാൽ ഇവൻ ചെറിയ ദൈവമാണ്. വലിയ ദൈവമാകുന്ന സൂര്യനെ ഓനാ നിയന്ത്രിക്കുന്നത് എന്ന് വരും. വലിയ ദൈവമാകുന്ന സൂര്യനെ അവനാണ് നിയന്ത്രിക്കുന്നത് എന്ന് വരും. അതുകൊണ്ട് തന്നെ നമ്രൂദനെ അങ്ങനെ പറയാൻ പറ്റൂല. ഫബുഹിത്തല്ലദീ കഫർ, ഉത്തരം മുട്ടുന്നു. ഞാൻ സൂചിപ്പിക്കുന്നത് വിവിധങ്ങളായ പ്രയാസങ്ങൾ നമ്മുടെ മേൽക്കുമേൽ വരുമ്പോ, നിപതിക്കുമ്പോ ഇബ്രാഹിം നബിയെ നമ്മൾ ഓർക്കണം. എത്ര വലിയ പരീക്ഷണങ്ങളെയാണ് മഹാത്മാവ് നേരിട്ടത്. വ്യക്തി ജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും പ്രബോധന ജീവിതത്തിലും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവസാനം തീയിലിട്ട് കരിക്കാനാണ് ചങ്ങാതി വിചാരിച്ചത്. അങ്ങനെയാണ് ജ്യോത്സ്യന്മാർ നിർദ്ദേശം കൊടുത്തത്. അവസാനം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കരിക്കാൻ വേണ്ടി ഓരോരുത്തർ വിറക് സംഭാവന ചെയ്യുന്നു. അങ്ങനെ ഒരു മല പോലും കുന്നോളം വന്ന വിറകിന് തീ കൊടുത്ത് ഗംഭീരമായ അഗ്നിജ്വാലയുണ്ടാക്കുന്നു. അടുത്തേക്ക് പോകാൻ പറ്റൂല. പക്ഷികൾ മേലോടെ പറന്നാൽ കരിഞ്ഞു വീണുപോകും. അടുത്തേക്ക് എത്തിയാൽ മനുഷ്യൻ തീർന്നുപോകും.
ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഇബ്ലീസ് വരുന്നതും അവർക്കൊരു പ്രത്യേകമായ കവണ പോലത്തെ ഒരു വലിയ സാധനം നിർമ്മിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുന്നതും അതിൽ വെച്ച് കുറേ ആളുകൾ വലിച്ചു വിട്ട ഇബ്രാഹിം നബി ഇങ്ങനെ പറന്ന് ആ തീയിലേക്ക് പോകുന്നതും ആ നിമിഷത്തെക്കുറിച്ചൊന്ന് ആലോചിക്കുക. നമ്മളായിരുന്നു എന്നൊന്ന് വെറുതെ വിചാരിച്ചു നോക്കുക. ആ തീയിലേക്ക് പറന്നു പോകുന്ന വ്യക്തിത്വം നമ്മളായിരുന്നെങ്കിൽ എന്തായിരിക്കും എന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക. ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷനാവുന്നുണ്ട്. എന്ത് സഹായം വേണമെന്ന് ചോദിച്ചിട്ട് ഇബ്രാഹിം നബി തവക്കുലിന്റെ മൂർത്തരൂപം അവിടെയും പ്രഖ്യാപിക്കുന്നു. എൻ്റെ റബ്ബാണ് എന്നെ ഇങ്ങനെയൊക്കെ ചെയ്തത്, എൻ്റെ റബ്ബിന്റെ തീരുമാനം എന്താ അത് നടപ്പിലാക്കട്ടെ, തൽക്കാലം അങ്ങയുടെ ഒരു സേവനവും എനിക്ക് ആവശ്യമില്ലെന്നും പറഞ്ഞ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിരിച്ചുവിടുന്നു. പിരിച്ചുവിടുന്നു. ആ സമയത്ത് റബ്ബിന്റെ കൽപ്പന വരുന്നു. തീയിന് ചൂട് നൽകിയത് റബ്ബ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തണുപ്പാവണമെന്ന് തീയിനോട് കൽപ്പിക്കുന്നു. തണുത്തായാൽ മരവിച്ചു മരിച്ചു പോകും, അതില്ലാതിരിക്കാൻ സലാമാ, വെറും തണുപ്പ് പറ്റൂല, രക്ഷയുമാവണമെന്ന് റബ്ബ് കൽപ്പിക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിൽ വീണിട്ട് സുസ്മേര വദനനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ചുറ്റും നിൽക്കുന്ന ദൂരെ നിൽക്കുന്ന നോക്കി ആസ്വദിക്കാൻ കാത്തിരിക്കുന്നവർക്ക് വല്ലാത്തൊരലോസരമായിരുന്നു. നമുക്കറിയാം, ചില ചരിത്രത്തിൽ കാണാം, ആസർ പറഞ്ഞു എന്നാണ്, ഓനങ്ങനൊന്നും പറ്റൂല, ഓൻ നമ്മളാളല്ലേ എന്ന്. ഓനങ്ങനൊന്നും പറ്റൂല, ഓൻ നമ്മളാളല്ലേ എന്ന്. അപ്പൊ ഒരു ചെറിയ തീപ്പൊരി വന്നു എന്നാണ്, ആസറിന്റെ നെറുകിൽ വീണു എന്നാണ്. ആ സമയത്ത് അയാൾ ഭസ്മമായി തീർന്നു എന്നാണ്. നമ്മളാളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതുകൊണ്ട് അബ്രാഹിമിനൊന്നും പറ്റാത്തത് എന്നൊക്കെ പറഞ്ഞ് ഞെളിഞ്ഞു നിൽക്കുമ്പോഴേ അതിനൊരു തീപ്പൊരി വന്നിട്ട് ആസറിന്റെ തലയിൽ വീഴുകയാണ്. അങ്ങനെ തന്നെ മൂപ്പര് ഭസ്മായി പോവുകയാണ്. ഇതൊരു പരീക്ഷണം. അവിടുന്ന് ഇങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സഹിച്ച ഓരോന്നും നമുക്ക് പാഠമാണ്. അതുകൊണ്ടാണ് ഇബ്രാഹിം നബിയെ നിങ്ങൾ പിന്തുടരണമെന്ന് പറയുന്നത്. ഞങ്ങളാളാണ് എന്ന് നസാറാക്കളും ജൂതന്മാരും പറയുമ്പോ നിങ്ങളാളല്ല ഇബ്രാഹിം നബി, വലക്കിൻ കാന ഹനീഫൻ മുസ്ലിമ, നല്ല നിഷ്കപടനാകുന്ന വിശ്വാസിയാണ് അവിടുന്ന് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. പല തെളിവുകളും പറയുന്നുണ്ട്. തൗറാത്തും ഇഞ്ചീലും അവതരിച്ചത് മഹാനായ ഇബ്രാഹിം നബിക്ക് ശേഷമല്ലേ, പിന്നെ എങ്ങനെ ജൂതനാകുക, പിന്നെ എങ്ങനെ ക്രിസ്ത്യാനിയാവുക ഖുർആൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ ഖുർആൻ അവതരിച്ചതും ഇബ്രാഹിം നബിന്റെ ശേഷമല്ല, എങ്ങനെ മുസ്ലിം ആവുക എന്നൊരു ചോദ്യം വരും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച മതം, മഹാനായ ആദം നബി പഠിപ്പിച്ച മതം, നൂഹ് നബി പഠിപ്പിച്ച മതം, അതാണ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതം. അതൊക്കെ ഒരേ ഗ്രൂപ്പാണ്, ഒരേ താവഴിയാണ്, ഒരേ ആദർശമാണ്. അതുകൊണ്ട് ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ നിങ്ങൾ പിന്തുടരണം. ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, കർമ്മശാസ്ത്രത്തിൽ വ്യത്യാസങ്ങളുണ്ടാവും, പിന്നെ അവിടുന്ന് പഠിപ്പിച്ച ധീരമായ തൗഹീദുണ്ട്, അവിടുന്ന് പഠിപ്പിച്ച ആദർശ വിശ്വാസ കാര്യങ്ങളുണ്ട്. എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ചത് ഒരേ ആദർശമായിരുന്നു, ഒരേ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ പലയിടങ്ങളിൽ നമ്മളോട് കൽപ്പിക്കുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ലഭ്യമായ ഗ്രന്ഥങ്ങളിൽ വിശ്വസിക്കണമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉമ്മത്ത് ഏറ്റവും കൂടുതൽ കടപ്പെട്ട് നിൽക്കുന്ന മഹാപ്രവാചകനാകുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. എന്തുകൊണ്ടാണ് ഇബ്രാഹിം നബിയോട് മാത്രമായിട്ട് ഈ ഉമ്മത്തിന് വല്ലാതെ കടപ്പാടുണ്ടാവുന്നത്? പണ്ഡിതന്മാർ അത് വിശാലമായി പഠിപ്പിക്കുന്നുണ്ട്. ഏതാനും ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് എന്നെ എല്ലാവരും അംഗീകരിക്കണം, മാനിക്കണമെന്നാണ് തുടക്കത്തിൽ നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ ഫലമായി ഉമ്മത്ത് ഇബ്രാഹിം നബിയോട് ഏറ്റവും കൂടുതൽ കടപ്പെട്ടു നിൽക്കുന്നു. രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ 21-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിന്റെ അവസാനത്തെ വചനം 78-ാമത്തെ വചനം, ഹുവ സമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങൾക്ക് മുസ്ലിങ്ങളെന്ന് പേരിട്ടത് ഇബ്രാഹിം നബിയാണെന്ന് ഖുർആൻ പറയുന്നു. നമ്മുടെ പേര് പോലും നിർണയിച്ചു തന്നത് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. മൂന്നാമതായി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയുടെ ഫലമായാണ് നമ്മുടെ നേതാവ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നത്. നേരത്തെ നമ്മളത് ചർച്ച ചെയ്തു, ഖുർആനിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചു. അപ്പൊ റസൂൽ തങ്ങൾ ജനിക്കുന്നത് ഇബ്രാഹിം നബിയുടെ ദഅവത്തിന്റെ ഫലമായിട്ടാകുമ്പോൾ ഈ ഉമ്മത്തിന് ഇബ്രാഹിം നബിയുടെ ഉമ്മത്തിനോടും ഇബ്രാഹിം നബിയോടും വലിയ കടപ്പാടുണ്ട്, ബന്ധമുണ്ട്. നാലാമതായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കഅബ നിർമ്മാണത്തിൽ നിന്ന് വിരമിച്ചപ്പോ അവിടുന്ന് ഈ ഉമ്മത്തിന് വേണ്ടി ദ്വാരക്കുന്നുണ്ട്. നബി ഉണ്ടാവണം എന്ന ദ്വാക്ക് പുറമെ
വിശുദ്ധമായ ഈ ഒരു സമൂഹം ഉണ്ടാവണം. മുസ്ലിമൈനിലൊക്കെ അല്ലെ, ഈ ആ സമൂഹത്തിൽ നിന്ന് നിന്നെ അംഗീകരിക്കുന്ന ആരാധിക്കുന്ന വിശുദ്ധനായ ശ്രേഷ്ഠരായ ഒരു സമൂഹം ഉണ്ടാവണം എന്ന് പറഞ്ഞ് ഇബ്രാഹിം നബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തോട് കടപ്പാടുണ്ട്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കൂടുതൽ ബന്ധപ്പെടുന്നു മിഅ്റാജിന്റെ രാത്രിയിൽ. ഇബ്രാഹിം നബിയാണ് സലാം പറയുന്നതും സ്വീകരിക്കുന്നതും. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വീകരിക്കാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാത്രിയിൽ തന്നെ പ്രത്യേകമായി തയ്യാറെടുത്ത് നിൽക്കുന്നത് അവർ തമ്മിലുള്ള വലിയ ബന്ധത്തിന്റെ തെളിവാകുന്നു. പിന്നെ നമ്മൾ സലാത്തു ചൊല്ലാൻ വേണ്ടിയിട്ട് അത്തഹിയ്യാത്തുൽ ഇബ്രാഹിമി സലാത്തു ചൊല്ലാൻ പറയുന്നുണ്ട്. ഈ സലാത്ത് കൊണ്ടുള്ള ഉദ്ദേശം പൂർണ്ണമായി വീടാൻ മഹാനായ ഖലീൽ അല്ലെ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടെ നമ്മൾ പറയാൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെയ്ത പോലെ എന്ന് അർത്ഥല്ലതിന് അല്ലെ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ചെയ്തതുപോലെ നബിക്കും ചെയ്യണം എന്ന് പറയുമ്പോൾ നബിക്ക് കിട്ടിയ നിഅമത്തുകൾ കുറവാണെന്നുള്ളൊരു തോന്നൽ വരും. അവിടെ സംഭവം അതല്ല. ഇബ്രാഹിം നബിക്ക് ധാരാളമായ നിഅമത്ത് കിട്ടിയിട്ടുണ്ട്. പ്രവാചകരാകുന്ന പുണ്യ റസൂൽ, ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനാ ഫലമാകുന്ന മുത്ത് റസൂൽ തങ്ങൾക്കും ഉമ്മത്തിനും അതുപോലെ വലിയ നിഅമത്തുകൾ കൊടുത്തേക്കണം എന്നാണ് ആ സ്വലാത്തിന്റെ അർത്ഥം. ഇങ്ങനെ കുറേ വിഷയങ്ങളിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഈ ഉമ്മത്തുമായുള്ള ബന്ധം പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് നമ്മൾ കൂടുതൽ നീട്ടുന്നില്ല, നേരത്തെ പറഞ്ഞതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നമ്മളുമായുള്ള ബന്ധത്തെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഓരോന്ന് വിശദീകരിക്കുമ്പോഴേക്ക് കൂടുതൽ സമയം സന്ദർഭവും വന്നു പോകും. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പരിശുദ്ധ ഖുർആനിലൂടെ ഉദ്ധരിക്കുന്നത് ഫഅഖിം വജ്ഹക ലിദ്ദീനി ഹനീഫൻ, അങ്ങയുടെ ദീൻ നിഷ്കപടമായി പടച്ച റബ്ബിന് സമർപ്പിക്കുക. ഇങ്ങനെയുള്ള കൽപ്പനകളൊക്കെ കഴിഞ്ഞിട്ട് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിക്കുന്നു, ഖുൽ ഇന്നനി ഹദാനി റബ്ബി. ഖുൽ നബിയെ തങ്ങൾ പറയുക, ഇന്നനി ഹദാനി റബ്ബി, എൻ്റെ റബ്ബ് എനിക്ക് സന്മാർഗം കാണിച്ചു തന്നു, ഇലാ സിറാത്തിൻ മുസ്തഖീം, നേരായ പാതയിൽ, ഒരു മാറ്റമില്ലാത്ത പാതയിൽ, വക്രതയില്ലാത്ത പാതയിൽ, മനുഷ്യന് ജീവിക്കാൻ ഏറ്റവും സുഭഗമായ പാതയിൽ, ഏറ്റവും നല്ല വിശ്വാസത്തിൽ, കാപട്യമില്ലാത്ത വിശ്വാസത്തിൽ, ബുദ്ധിപരമായി തെളിയിക്കാൻ പറ്റുന്ന വിശ്വാസത്തിൽ, ജനങ്ങൾ നിർമ്മിക്കുന്ന പ്രതിഷ്ഠകൾക്ക് മുമ്പിൽ ഏറ്റവും ശ്രേഷ്ഠ സൃഷ്ടിയാകുന്ന മനുഷ്യൻ കുനിഞ്ഞു നിൽക്കാത്ത വിശ്വാസത്തിൽ, അന്യോന്യം മാനിക്കുന്ന വിശ്വാസത്തിൽ, സ്നേഹിക്കുന്ന വിശ്വാസത്തിൽ. ഈ ഉമ്മത്തിനെ കുറിച്ച് റസൂലുള്ളാഹി വലിയ സ്വപ്നം കണ്ടു. നിങ്ങൾ ഒരു ശരീരം പോലെയാണെന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു. ശരീരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് മുറിവ് വന്നാൽ ശരീരമാസകലം വേദനിക്കും, ആ ഭാഗം മാത്രം വേദനിച്ചൊഴിവാവൂല. ശരീരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള അസുഖം വന്നാൽ ശരീരമാസകലം ഉറക്കഴിച്ചുകൊണ്ട് സഹകരിക്കും, ആ ഭാഗത്ത് മാത്രം ഉറക്കു പോവില്ല. മറ്റൊരു സന്ദർഭത്തിൽ ഹബീബായ നബി തങ്ങൾ ഉമ്മത്തിനെ കുറിച്ച് പറയുന്നത് കൽ ബുന്യാൻ, കെട്ടിടം പോലെയാണ്. യശുദ്ദു ബഅ്ദുഹു ബഅ്ദാ, കെട്ടിടത്തിന്റെ ഒരു ഭാഗം മറ്റേ ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു. കെട്ടിടം ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് അത് കെട്ടിടാവുന്നത്. കെട്ടിടത്തിന്റെ തറക്കല്ല് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പൊളിഞ്ഞു വീഴും, ചുമര് മാറ്റിയിട്ടുണ്ടെങ്കിൽ റൂഫ് വീണു പോകും, തൂണ് മാറ്റിയിട്ടുണ്ടെങ്കിൽ വീണു പോകും. കെട്ടിടം ഓരോ ഭാഗവും മറ്റു ഭാഗത്തെ ശക്തിപ്പെടുത്തുന്നു. ഈ ഉമ്മത്ത് അങ്ങനെയാകണം. മാതാപിതാക്കൾ മക്കളെ, മക്കൾ മാതാപിതാക്കളെ, ഭാര്യ ഭർത്താവിനെ, ഭർത്താവ് ഭാര്യയെ, ഓരോ കുടുംബവും മറ്റൊരു കുടുംബത്തെ, ഓരോ വീട്ടുകാരും മറ്റൊരു വീട്ടുകാരെ, ഈ സമൂഹം മുഴുവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കണം, സ്നേഹിച്ചുകൊണ്ടിരിക്കണം. ഈ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ നമ്മൾ കേട്ട വല്ലാത്തൊരു വാർത്തയുണ്ട്. 85 വയസ്സായ ഒരു വൃദ്ധനും 80ഓളം വയസ്സായ അവരുടെ പ്രിയ പത്നിയും രണ്ടുപേരും രണ്ട് കസാരയിൽ ഇങ്ങനെ മരിച്ച് ഉണങ്ങി ശരീരം ദ്രവിച്ചിരിക്കുന്നത് 2 ആഴ്ചക്ക് 1.5 ആഴ്ചക്ക് ശേഷമാണ് അയൽവാസികൾക്ക് ബോധ്യപ്പെടുന്നത്. വളരെ വൃദ്ധനായൊരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി, അവർക്ക് കണ്ണു കാണൂല, സംസാരിക്കാനും പറ്റൂല, നടക്കാനും വയ്യ, കാലിനും പ്രയാസമാണ്. രണ്ടുപേരും മരിച്ച് ഉണങ്ങി കസാരയിലിരിക്കുന്നത് 1.5 ആഴ്ചക്ക് ശേഷമാണ് അയൽവാസികൾക്ക് കാണാനാകുന്നത്. ആരും കൊന്നതല്ല എന്നാണ് പോലീസിന്റെ നിഗമനം. അവർ ആത്മഹത്യ ചെയ്തതുമല്ല. പിന്നെ നല്ല വിശ്വാസിയായിരുന്നു ആ മനുഷ്യൻ, എപ്പോഴും പള്ളിയിലേക്ക് വരുമായിരുന്നു ആ മനുഷ്യൻ. അദ്ദേഹമാണ് തൻ്റെ ഭാര്യയുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നത് 85-ാം വയസ്സിലും. പോലീസിന്റെ നിഗമനം
ഇദ്ദേഹം സ്വാഭാവികമായി കസാരയിലിരുന്ന് മരിച്ചു എന്നാണ്. ഇദ്ദേഹം സ്വാഭാവികമായിട്ട് കസാരയിലിരുന്ന് മരിച്ചു. പിന്നെ മിണ്ടാൻ കഴിയാത്ത, നടക്കാൻ വയ്യാത്ത, ചെവി കേൾക്കാത്ത ആ ഉമ്മ തൊട്ടടുത്ത കസാരയിൽ ഇരിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ വിശന്നു മരിച്ചു എന്നാണ്. ഒന്നും ചെയ്യാൻ പറ്റാതെ വിശന്നു മരിച്ചു എന്നാണ്. ഈ സൊസൈറ്റി സഹായ സഹകരണങ്ങളിൽ ആരെയും വെല്ലും, എല്ലാവർക്കും മാതൃകയാണ്. പലപ്പോഴും ഉമ്മത്തിനങ്ങനെ കുറ്റം പറഞ്ഞ് നമ്മൾ ആത്മവിമർശനം നടത്താറുണ്ടല്ലോ. ഈ വിഷയത്തിൽ ഒരു ചെറിയ രീതിയിൽ പോലും കുറ്റം പറയാൻ പറ്റാത്ത വിധം വളരെ വളരെ മികച്ചു നിൽക്കുന്നു ഈ സമൂഹം. ഇതിലൊന്നും ഒരു തർക്കമല്ല. ഞാനിങ്ങനെ വെറുതെ ഒരു വർത്താനം പറയണതല്ല. നിരവധിയായ സഹായഹസ്തങ്ങൾ മതവും ജാതിയും നോക്കാതെ നടത്തുന്നവരാണ് ഈ ഉമ്മത്ത്. അതെല്ലാവർക്കും മാതൃകയാണ്. അത് വെറുതെ അവർ നടത്തുന്നതല്ല, ഇസ്ലാമിന്റെ കൽപ്പനയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യനെ മനുഷ്യനായി കാണണം. ഒരു മനുഷ്യനൊരു പ്രയാസം ഉണ്ടെങ്കിൽ അത് സഹിക്കാൻ പറ്റൂല ഈ ഉമ്മത്തിന്. കാരണം അത്രക്ക് ആർദ്രമാം ഹൃദയമാണ് അവരുടേത്. റബ്ബിന്റെ പ്രേരണയാണത്. സക്കാത്ത് പോലെയുള്ള നിർബന്ധ ദാനങ്ങൾ മാത്രമല്ല, സദക്ക പോലെയുള്ള ഐച്ഛിക ദാനങ്ങളുമല്ല. അതിനപ്പുറം ഓരോ മനുഷ്യനും ചെയ്യേണ്ട കുറെ സാമൂഹിക ബാധ്യതകളുണ്ട്. നാട്ടിലൊരാൾ പട്ടിണി കിടക്കുകയാണെങ്കിൽ ഭരണാധികാരി ആവണമെന്നില്ല. പട്ടിണി കിടക്കാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ അയാളുടെ പട്ടിണി തീർത്തൽ ഈ മനുഷ്യന് നിർബന്ധമാണ്. അത് അയൽവാസിയാവട്ടെ, നമ്മൾ അറിവിൽപ്പെട്ട ആരാവട്ടെ. നാട്ടിലൊരാൾക്ക് വീടില്ലാതെ ഇരിക്കുന്നുവെങ്കിൽ, കഷ്ടപ്പെടുന്നുവെങ്കിൽ അയാൾക്ക് വീട് കൊടുക്കൽ മയാസീറുൽ മുസ്ലിം എന്ന പേരിലുള്ള, എന്നുവെച്ചാൽ മുസ്ലിം സമ്പന്നരുടെ മേലിൽ നിർബന്ധമാകുന്നു. ഒരാൾ ചികിത്സ കിട്ടാതെ സൊസൈറ്റിയിൽ മരിക്കാൻ പാടില്ല. ഒരാൾ അന്നം കിട്ടാതെ മരിക്കാൻ പാടില്ല. ഒരാൾ വീടില്ലാതെ കഷ്ടപ്പെടാൻ പാടില്ല. ഒരു പെൺകുട്ടിയും ഭൗതികമായ പ്രയാസങ്ങൾ കൊണ്ട് ദാമ്പത്യം സ്വപ്നം കണ്ട് കഴിയാൻ പാടില്ല. അവർ ദാമ്പത്യത്തിലെത്തണം. ഈ സൊസൈറ്റി അത് നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ആവർത്തിച്ച് തന്നെ പറയാണ്. എന്നാലും ആ ഒരു വൃദ്ധയായ ഉമ്മ പട്ടിണി കിടന്ന് ദാഹിച്ച കൊടുംചൂടുള്ള കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു സങ്കടം വരുന്നു. അയൽവാസികളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയണത്. സ്വാഭാവികമാണ്, എല്ലാവർക്കും തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ ഒഴിവില്ലാതെ ജീവിക്കുകയാണ് എല്ലാവരും. ആ മനുഷ്യൻ പള്ളിയിലേക്ക് വരാറുണ്ടായിരുന്നു. കുറെ കാലം പള്ളിയിലേക്ക് വരാതിരുന്നപ്പോ അവരന്വേഷിച്ച് ചെന്നതാണ്. പക്ഷേ ആദ്യ ദിവസം കാണാതെ വന്നപ്പോൾ അവരൊന്ന് അന്വേഷിച്ചായിരുന്നുവെങ്കിൽ, 2ാമത്തെ ദിവസം കാണാതായപ്പോൾ എന്ത് അദ്ദേഹത്തിന് പറ്റിയെന്ന് അവരൊന്ന് അന്വേഷിച്ചിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഈ രീതിയിലുള്ള ഒരു ദുരന്തം സംഭവിക്കില്ലായിരുന്നു. നമുക്ക് ശ്രദ്ധ വേണമെന്നർത്ഥം. നമ്മൾ കാണുന്ന ആളുകൾ കാണാതെ വന്നാൽ അന്വേഷിക്കണമെന്നർത്ഥം. മുത്തറസൂലിന്റെ സദസ്സിൽ ശിഷ്യഗണങ്ങളിൽ ആരെങ്കിലും ഇല്ലാതെ വന്നാൽ ഹബീബായ നബി തങ്ങൾ ആളെ വിളിക്കാറുണ്ട്, പറഞ്ഞയക്കാറുണ്ട്. അത് പല ഘട്ടങ്ങളിലുണ്ട്. ചിലവരെ പിന്നെ കാണുമ്പോൾ ചോദിക്കും എവിടെയായിരുന്നു എന്ന്. ചില സാബിവര്യന്മാരെ കണ്ടത് കേട്ടാൽ നമുക്ക് കൗതുകവും ചിരി ഒന്നിച്ചു വരും. കണ്ടില്ലല്ലോ 4 ദിവസമായിട്ട്, എവിടെയെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കല്യാണം ഉണ്ടായിരുന്നു, അതേ വരാതിരുന്നതെന്ന് പറയാണ്. അവരെ ജീവന്റെ തുടിപ്പും കരളിന്റെ കാതലും ആത്മാവിന്റെ സംഗീതവുമായ മുത്തുറസൂൽ അറിയാതെയാണ് അവർ കല്യാണം കഴിക്കുന്നത്. അത്ര സിമ്പിളായിരുന്നു ഇസ്ലാമിക വിവാഹം എന്നർത്ഥം. അത്ര സിമ്പിളായിരുന്നു ഇസ്ലാമിക വിവാഹങ്ങൾ എന്നർത്ഥം. ഹബീബായ നബി തങ്ങൾ എന്താ ചോദിക്കുന്നത്? നീ കന്യകയാണോ കല്യാണം കഴിച്ചത്, അതോ കെട്ടിത്തീർത്ത പെണ്ണിനെയാണോ? അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരു വിധവയെയാണ് കല്യാണം കഴിച്ചത്, കെട്ടിത്തീർത്ത പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത്, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച പെണ്ണിനെയാണ് കല്യാണം കഴിക്കുന്നത്. നല്ല ചെറുപ്പക്കാരനാണ്. ഹബീബായ നബി തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, അല്ലാ ബിക്റൻ ഫതുലാഇബുഹാ, എന്തേ ഒരു കന്യകയെ കല്യാണം കഴിച്ചുകൂടായിരുന്നോ? കുറച്ചുകൂടെ നിനക്ക് ആനന്ദിക്കാമായിരുന്നല്ലോ എന്ന്. ആ ചെറുപ്പക്കാരന്റെ മനസ്സിന്, ആ ചെറുപ്പക്കാരന്റെ സന്തോഷത്തിന് പിന്തുണ കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്ര സിമ്പിളായിരുന്നു കല്യാണം. പിന്നെ എവിടെ വെച്ചിട്ടാണ് ഇതൊരു വലിയ സംഭവമായി മാറിയത് നമ്മൾ തിരിച്ചറിയണം. ആ സാമൂഹികമായ ബന്ധം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സാമൂഹികമായ സേവനങ്ങളെ കുറിച്ച് പറയുമ്പോൾ അത് ഓർമ്മപ്പെടുത്തുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയുന്നുണ്ട്, നീയും നിന്റെ ഭർത്താവാകുന്ന മുത്ത് റസൂലും നല്ല സല്ലാപത്തിലും സന്തോഷത്തിലും ഇരിക്കുന്ന ഒരു സമയത്ത് ഫാത്തിമൂന്റെ കാര്യം എനിക്ക് വേണ്ടി നീ ഒന്ന് ആലോചിച്ചേക്കണം എന്ന്. ഒന്ന് ആലോചിക്കുക അവിടെ ഇരുന്നിട്ട്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മരുവനാണ്.
ആ മരുവന്റെ വേറെ കല്യാണത്തിൽ ജനിച്ച കുട്ടിയാകുന്ന ഫാത്തിമ ബീവിയെ കല്യാണം കഴിക്കാൻ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആലോചിക്കുന്നത് സ്വന്തം പുത്രിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വഴി. എത്ര സിമ്പിളാ കാര്യം എന്ന് ആലോചിച്ച് നോക്കി നിങ്ങള്. ഇത് കല്യാണം മൂത്ത് മോഹിച്ചിങ്ങനെ നടക്കുക. എന്നിട്ട് ഏതെങ്കിലും കൂട്ടുകാരനെ പള്ളിയിൽ ഉസ്താദിനെയൊക്കെ കണ്ട് നമ്പറൊക്കെ കൊടുത്ത് നിങ്ങളാന്നറിയാതെ ഒന്ന് വിളിച്ചു നോക്കണം എൻ്റെ അപ്പ കിട്ടോ എന്ന് പറയാം. ചില കേസിലൊക്കെ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അപ്പാന്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ, അയാൾ ആര് പറഞ്ഞാലാ കേൾക്കാന്ന് അന്വേഷിച്ച് അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം സുബഹിസ്കാരം കഴിഞ്ഞ് ദിക്റും ഖുർആനൊക്കെ കഴിഞ്ഞിട്ട് മോനെ വിളിക്കുകയാണ്. അള്ളാഹുവിനെ ഭയക്കണ ഒരു പെൺകുട്ടിനെ നിനക്ക് വേണോന്ന് വാപ്പ ചോദിക്കുകയാണ്. അള്ളാഹിനെ ഭയക്കണ ഒരു പെൺകുട്ടിനെ നിനക്ക് വേണോന്ന്. നമുക്കറിയാം ചരിത്രത്തിന്റെ ഈ ഭാഗം ചിലപ്പോൾ കേട്ടവർ കുറവായിരിക്കും. ആ ചരിത്രത്തിന്റെ ആദ്യ ഭാഗം എല്ലാവർക്കും അറിയാം. അവിടുന്ന് തന്റെ പ്രജകളുടെ ക്ഷേമൈശ്വര്യം അന്വേഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിലുള്ള സംസാരം ഒരു ചെറിയ കുടിലിൽ നിന്ന് കേൾക്കുകയാണ്. അപ്പൊ കുറച്ച് പ്രായം തോന്നിക്കുന്ന സ്ത്രീ പറയാൻ, മോളെ ഇന്ന് ആവശ്യാർത്ഥം പാല് കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വെള്ളം ചേർത്തോളൂ, ഡയലൂട്ട് ആയിക്കോളൂ, കാരണം നമ്മുടെ സ്ഥിരം കുറ്റിക്കാർക്ക് കൊടുക്കാനില്ലെങ്കിൽ അവർ വേറെ ഏതെങ്കിലും കച്ചവടക്കാരെ തേടി പോകും, നമ്മുടെ നാളെ പിന്നത് നമുക്ക് കച്ചവടം കിട്ടൂല. പെൺകുട്ടി പറയണില്ല, ഞാനത് ചെയ്യൂല. ഉമ്മ പിന്നെ നിർബന്ധിപ്പിക്കുന്നു. പെൺകുട്ടി ചെയ്യൂല എന്ന് വാശി പിടിക്കണ്. നീ ആരെ ഭയന്നിട്ടാണടി ഇങ്ങനെ വെള്ളം ചേർക്കാതിരിക്കണത്? ഉമറിനെ കടന്നുറങ്ങുന്നുണ്ടാവും, ഉമറിന്റെ പട്ടാളോ എല്ലാരും കൂർക്കം വലിക്കുന്നുണ്ടാവും. ആരെ ഭയന്നാ നീ ഇങ്ങനെ വെള്ളം ചേർക്കാതിരിക്കണത് എന്ന് ഈ ഉമ്മ മോളോട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്നത് കേൾക്കണ സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അവിടുത്തെ ഹൃദയം വല്ലാതെ കെടുത്തു, സന്തോഷിച്ചു. അവരാ വീടിനൊരു അടയാളം വെച്ചിട്ട് പോയി. അന്നത്തെ സുബഹിസ്കാരത്തിന് ശേഷമാണ് മോനെ വിളിച്ചിട്ട് ചോദിക്കുന്നത്, പടച്ച റബ്ബിനെ ഭയപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ജീവിത സഖിയായിട്ട് സ്വീകരിക്കാൻ നീ ഒരുക്കാണോടാന്ന്. മദീനയുടെ ചക്രവർത്തിക്ക് കിസ്രയും കൈസറും ഞെട്ടിവരിച്ച ഉമറുൽ ഫാറൂഖ് തങ്ങൾ സ്വന്തം മകന്റെ ഭാര്യയായി സ്വീകരിക്കുന്നത് ആ നാട്ടിലെ പാവപ്പെട്ട പാൽക്കാരിയുടെ പുത്രിയെ. എന്താ കാര്യം? തഖ്ശല്ലാഹ തആല, അള്ളാഹുവിനെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് മുത്ത് റസൂൽ പറഞ്ഞത്, സമ്പത്തിനും കുടുംബ മഹിമക്കും സൗന്ദര്യത്തിനൊക്കെ വേണ്ടി കല്യാണം കഴിക്കാറുണ്ട്. ഫൽഫർ ബിദാത്തിദ്ദീൻ, ദീനുള്ള കുഞ്ഞിനെ കെട്ടി നിങ്ങൾ വിജയിച്ചേക്കണം. പുതിയ കാലത്ത് ഏറ്റവും പ്രസക്തമാണിത്. നമ്മുടെ മക്കൾ നന്നാവണമെങ്കിൽ, കുടുംബം നന്നാവണമെങ്കിൽ, കലങ്ങിപ്പോവാതിരിക്കണമെങ്കിൽ ദീനുള്ള മക്കൾ വേണം, ദീനുള്ള മക്കൾ വേണം. അപ്പൊ എങ്ങനെയാണ് ഇത്ര സിമ്പിളാണ് ഈ കല്യാണക്കാര്യം? എങ്ങനെയാണ് അതൊരു വലിയ പ്രശ്നമായി മാറിയത്? പിൽക്കാലത്ത് നമ്മുടെ ആഢ്യത്വം കൊണ്ട് നല്ല പണമുള്ള ഒരുത്തം വമ്പിച്ച കല്യാണം കഴിക്കുമ്പോൾ ഇനി കടം വാങ്ങിയിട്ടെങ്കിലും അങ്ങനെ ചെയ്യണമെന്ന് അടുത്തം തീരുമാനിക്കുന്നത് കൊണ്ട്, ഓൻ കടം വാങ്ങി കഴിച്ചതാണെങ്കിൽ ലോൺ എടുത്തിട്ടെങ്കിലും അതിലേറെ ഗംഭീരമാക്കണമെന്ന് മറ്റൊരുത്തർ തീരുമാനിക്കുന്നത് കൊണ്ട്, പിന്നെ അങ്ങനെ ആയാലേ കല്യാണം ആവുള്ളൂ എന്ന് സമൂഹം പൊതുവെ സ്വീകരിക്കുന്നതും തീരുമാനിക്കുന്നതും കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൊസൈറ്റിയെ കാണുന്നത് നമ്മിൽ നിന്ന് പ്രതീക്ഷിച്ചത് അങ്ങനല്ല. നല്ല ആരോഗ്യമുള്ള സ്വയം പര്യാപ്തമായൊരു സമൂഹം, അങ്ങോട്ടിങ്ങോട്ടും സ്നേഹം വിതറുന്ന സമൂഹം, സഹായം ചെയ്യുന്ന സമൂഹം, അങ്ങനെയൊക്കെയാണ് ഈ സൊസൈറ്റി. എങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കേട്ട വൃദ്ധ ദമ്പതികളുടെ ദാരുണമായ അന്ത്യം വല്ലാത്തൊരു സങ്കടം നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാക്കുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അവിടുന്ന് നിഷ്കപടനായ വിശ്വാസിയായിരുന്നു. അങ്ങനെയാവുമ്പോൾ നമ്മളും ഈ ഒരു പരുവത്തിലേക്ക് മാറും. കുറെ ആരാധനകളുടെ സമുച്ചയമല്ല ഇസ്ലാം. ആരാധനകൾ ഇസ്ലാമിന്റെ അവിഭാജ്യ ഘടകമാണ്, അതിലൊന്നും തർക്കമില്ല. അതിനപ്പുറം ഒരു സംസ്കാര സമ്പന്നതയുടെ ദർശനമാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മുടെ ബോഡി ലാംഗ്വേജ് വിധം വളരെ മോറലാണ്. ഇത് വെറുതെ പ്രഖ്യാപിക്കാൻ പറയുന്നതല്ല, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനുള്ളതാണ്. അന്യനെ ഉപദ്രവിക്കുന്ന സ്മെല്ല് പോലും നമുക്കുണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് പച്ച ഉള്ളി തന്ന് പള്ളിയിലേക്ക് വരരുതെന്ന് മുത്ത് റസൂൽ കൽപ്പിക്കുന്നത്. അപ്പൊ ബീഡിയൊക്കെ വലിച്ചിട്ട് മണത്ത വായായിട്ട് ഇങ്ങനെ ഒരുത്തനെ അഭിമുഖീകരിക്കണതോ പാടില്ല. പിൽക്കാലത്ത് വിരചിതമായ കിതാബുകളിലൊക്കെ അത് ആറാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മൗഹിബത്തു ദിൽ ഫളിൽ അലാ ശറഹിബ ഫളിൽ, ഒരു കിതാബിന്റെ പേര് ഞാൻ പറയാം, അത് പാടില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്.
അത് കറാത്താന്ന് പറയുന്നവരുണ്ട്. ഇന്നലെ മഗ്‌രിബിക്ക് പള്ളിക്ക് പോകുമ്പോൾ ഒരാൾ എനിക്ക് കൈ തന്നു, പിന്നെ എത്ര ഒന്നും കരയില്ല, ഒരതി കഴുകിയിട്ടും ആ സ്മെല്ല് എനിക്ക് പോയില്ല. ഞാൻ എന്ത് ചെയ്യണമെന്ന് ശങ്കിച്ചു നിന്നതാണ്. അതുവരെ ഇങ്ങനെ നല്ല ബാക്കിൽ മഞ്ഞ കളറൊക്കെ ഉള്ള സാധനം വലിച്ചുകൊണ്ടിരിക്കണ മൂപ്പര് എന്നെ കണ്ടപ്പോൾ മുണ്ട് വേഗം താഴ്ത്തിയിട്ടു, ഇത് ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് കയ്യേറാണ്. ഇതൊക്കെ ഞാൻ കാണുന്നുണ്ട്. പക്ഷെ മൂപ്പര് കയ്യേറിന സമയത്ത് കൈ വാങ്ങാണ്ടിരിക്കുക എങ്ങനെയാണ്? പണ്ടൊക്കെ ടെലിഫോൺ ബൂത്ത് സജീവമായ കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഒരു സ്മോക്ക് ചെയ്ത ചങ്ങാതി ഫോൺ വിളിച്ചിട്ട് പിന്നെങ്ങാനും നമ്മൾ കയറുകയാണെങ്കിൽ ഒരു വല്ലാത്ത ദുർഗന്ധം. എങ്ങനെ പിന്നെ മനുഷ്യനെ സമീപിക്കുക? ഒരു മനുഷ്യന് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. വരി നിൽക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ നിൽക്കണം, തിരക്കണ സമയത്ത് തിരക്കാതെ മാറി നിൽക്കണം. നമ്മുടെ സംസ്കാരം വളരെ മനോഹരമാവണം. ഒരു മനുഷ്യന് വെറുപ്പുണ്ടാകും വിധത്തിൽ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ പല്ലിലൊക്കെ തോണ്ടുക. ആലോചിച്ച് നോക്കിയേ, അവിടെയൊക്കെ ഭക്ഷണം കഴിക്കണതിൻ്റെ ഇടയിൽ ഇങ്ങനെ പല്ല് തോണ്ടുക. നമ്മളെ ഭക്ഷണം കഴിഞ്ഞ ഉടനെ അപ്പുറത്ത് വാഷ് ബേസിൽ പോയിട്ട് പറഞ്ഞിട്ട് തുപ്പുക. ചില ആളുകളുണ്ട് അതിലേറെ വൃത്തികെട്ട രീതി, സാസിലൊക്കെ നിൽക്കുമ്പോൾ മൂക്കിലൊക്കെ ഇങ്ങനെ കൈയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. മൂക്കിലൊക്കെ കൈയിട്ട് കളിച്ചുകൊണ്ടിരിക്കുക. അതൊക്കെ ഒരു സാധാരണ കാര്യമായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ആരാധനകൾ സജീവമാവണം. അതോടൊപ്പം നമ്മുടെ ശൈലി, സംസ്കാരം, വാക്ക്, ചില വൾഗറായ വേർഡ്സ് ഉണ്ട്, മുഅ്മിനിന്റെ വായിലൂടെ വരാൻ പാടില്ലത്. അപ്പോഴാണ് ഹനീഫൻ മുസ്ലിമൻ, വിശുദ്ധനായ മുസ്ലിമായി, നിഷ്കപടനായ മുസ്ലിമായിട്ട് നമുക്ക് മാറാൻ പറ്റുക. ഖുൽ ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രഖ്യാപിക്കുക റസൂലേ, ഇന്ന സ്വലാത്തി. അങ്ങനെയാണ് ഓതണ്ട, ഇന്ന സ്വലാത്തി എന്നല്ല കേട്ടോ. പൊതുവെ വജ്ജത്ത് ഓതുമ്പോഴൊക്കെ പറയണ ഇന്ന സ്വലാത്തി വനുസുക്കി, അത് ഗ്രാമർ പ്രകാരം വലിയ തെറ്റാ. മുലാഫ് പറയുന്ന സംഭവം സ്വലാത്ത്, അതിൽ അലിഫ്ലാം ഒരിക്കലും വരാൻ പാടില്ല. ഇന്ന സ്വലാത്തി അങ്ങനെ പറയാൻ പാടില്ല. ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി, എൻ്റെ നിസ്കാരം, മറ്റാരാധനകൾ, ഹജ്ജും ഉംറയും, ഖുർആൻ പാരായണവും, സദഖയും, പരസഹായവും, വമഹ്യായ വമമാതി, എൻ്റെ ജീവിതം മുഴുക്കെ, എൻ്റെ മരണം, എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷം, എൻ്റെ ശരീരത്തിൻ്റെ ഓരോ തന്തു, ഓരോ ചിന്ത, എൻ്റെ വാക്കുകൾ ഓരോന്നും 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 ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകത്തിൻ്റെ സൃഷ്ടാവും സംരക്ഷകനുമാകുന്ന റബ്ബിനാവണം. റബ്ബിൻ്റെ തൃപ്തിയിലാവണം. റബ്ബ് പറഞ്ഞത് പ്രകാരം തന്നെയാവണം. ലാ ശരീക ലഹു ബിദാലിക ഉമിർതു അന അവ്വലുൽ മുസ്ലിമീൻ. ഞാൻ മുസ്ലിമാണ്, അതാണ് പ്രശ്നം. ഞാൻ മുസ്ലിമാണ്, അതുകൊണ്ട് എനിക്കിങ്ങനെ പൊളച്ചു നടന്നുകൂടാ, തമ്മാടുത്തം കാണിച്ചുകൂടാ, ബോധം കെട്ട് അരുക്കി ചാലിൽ കടന്നുകൂടാ, സിനിമക്ക് തിരക്കിക്കൂടാ, അന്യന്റെ കാത് പറിച്ചുകൂടാ, ഹെൽമെറ്റ് വെച്ച് പോയിട്ട് ഒരു അന്യ പെണ്ണിന്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചുകൂടാ. എന്തുകൊണ്ട്? ഇന്നനി അന മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ്. ഈ ഒരു പ്രതീക്ഷ വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ മുസ്ലിമാണെന്ന ബോധം മനുഷ്യനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നല്ല വിശുദ്ധമായ ദിനരാത്രങ്ങളാണ്, നല്ല മാസങ്ങളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ മഹത്വം കൽപ്പിച്ച 3-4 മാസങ്ങൾ, അതിൽ പ്രധാനപ്പെട്ടതിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നെയും എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഓർമ്മപ്പെടുത്തുക. അതിന് പ്രാർത്ഥന വേണം. നന്നായിട്ട് തൗബ ചെയ്യണം. രാത്രിയുടെ അന്ത്യയാമങ്ങളെ പ്രത്യേകിച്ച് പരിഗണിക്കണം. യാക്കൂബ് നബിയുടെ ചരിത്രം പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയത്. അവിടുന്ന് തൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഈജിപ്തിൽ വെച്ച് മാപ്പ് നൽകുന്ന ഒരു പ്രത്യേക സന്ദർഭമുണ്ട്. മക്കൾ പറയുന്നുണ്ട്, പിതാവേ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിച്ചാലും. ആ സമയത്ത് യാക്കൂബ് നബി പറയുന്നത്, സൗഫ അസ്തഗ്ഫിറു ലക്കും, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നീട് പ്രാർത്ഥിക്കുന്നതാണ്. എന്തുകൊണ്ട് പിന്നീട്? പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ സമയത്തല്ല, അത്താഴ സമയത്ത് എന്ന്. കൂടുതൽ പ്രാർത്ഥനയ്ക്ക് ഫലപ്രാപ്തിയുള്ള സമയമാണിത്. ഫലപ്രാപ്തിയുള്ള സമയമാണിത്. ഇപ്പൊ സുബഹി കുറേ നേരത്തെയാണ്, അതൊക്കെ അറിയാം. കുറച്ച് നേരത്തെ കിടക്കുക. സുബഹിയുടെ ഒരു ഇത്തിരി മുന്നേ, ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ മുന്നേ എങ്കിലും എഴുന്നേൽക്കാൻ ശ്രമിക്കുക. തഹജ്ജുദ് നിസ്കരിക്കുക. നന്നായിട്ട് ആത്മനിർവൃതിയിലാവുന്ന ഒരു സന്ദർഭത്തിൽ ഉമ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക, സ്വന്തം കാര്യങ്ങളിൽ പ്രാർത്ഥിക്കുക. ദുനിയാവ് മാത്രമല്ല, ആഖിറത്തിന്റെ കാര്യത്തിന് പ്രാധാന്യം നൽകുക. എന്തായാലും നമ്മളൊക്കെ മുസ്ലിങ്ങളാണ്. ഈ ആയത്തിന്റെ അവസാനം പറഞ്ഞല്ലോ ഞാൻ മുസ്ലിമാണെന്ന്. അബൂനുവാസ് എന്ന് പറയുന്ന കവി ഉണ്ടായിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്നവരൊക്കെ എപ്പോഴും അദ്ദേഹത്തിന്റെ കവിത പ്രാധാന്യപൂർവ്വം പഠിക്കുന്നുണ്ട്.
മുമ്പ് ആ ചരിത്രം ഞാൻ ഓർമ്മപ്പെടുത്തിയെന്ന് എനിക്കറിയില്ല. അതിലൂടെ അവസാനിപ്പിക്കാനാണ് ഞാൻ വിചാരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ മൊത്തം വൃത്തികെട്ടതായിരുന്നു, ഒറ്റ വാക്ക് പറഞ്ഞാൽ. അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരത്തിൻ്റെ പേര് തന്നെ ഖംറിയാത്ത് എന്നാണ്, കള്ളുകളെക്കുറിച്ചുള്ള പാട്ട്. അദ്ദേഹം സ്വവർഗഭോഗിയായിരുന്നു. ഇനിയൊക്കെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ വസ്തുത അങ്ങനെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കവിതകളിലൊക്കെ സുന്ദരന്മാരാകുന്ന, ആകാര സൗഷ്ഠവമുള്ള കോമളന്മാരാകുന്ന കുട്ടികൾ കടന്നു വന്നു, ആൺകുട്ടികൾ കടന്നു വന്നു. അവരുടെ വർണ്ണനയിലേക്ക് അയാളുടെ കവിതകളൊക്കെ എത്തു. അറബി സാഹിത്യം പഠിച്ചവർക്ക് അബൂ നവാസിനെ കുറിച്ച് അറിയാം. ഇങ്ങനെയൊക്കെ വൃത്തികെട്ട് ജീവിച്ച മനുഷ്യൻ മരണപ്പെടുന്ന സന്ദർഭത്തിൽ ബഹുമാന്യരാകുന്ന മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു, നമ്മുടെ ഇമാം ഷാഫി തങ്ങൾ, അയാൾക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ തയ്യാറാവുന്നില്ല. അതാണ് ഇസ്ലാമിന്റെ രീതി. കടുത്ത ഫിസ്കിൽ അറിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഒരു മഹാൻ മയ്യത്ത് നിസ്കരിച്ചാൽ അയാളുടെ ഫിസ്കൊന്നും അത്ര കുഴപ്പമില്ല എന്ന് ജനങ്ങൾ ധരിച്ചു പോകും. കടുത്ത ബിദ്അത്ത് പരസ്യമാക്കുന്ന ഒരാളുടെ പേരിൽ മയ്യത്ത് നിസ്കരിച്ചാൽ അത് അയാളുടെ ആദർശം കുഴപ്പമില്ല എന്നുള്ളത് തോന്നിച്ചു പോകും. ഇമാം ഷാഫി വിട്ടു നിൽക്കുന്നു. ആ സമയത്ത് ആരോ ഒരാൾ വന്നിട്ട് പറയുന്നു, അദ്ദേഹത്തിന്റെ തലയണക്ക് ചൂട്ടുന്ന് മരിച്ചതിന് ശേഷം ഒരു ചെറിയ കവിതാശകലം കിട്ടിയിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങൾ കൗതുകത്തോടുകൂടി അത് വരുത്തി വായിക്കുന്നു. വായിച്ച് ആ കടലാസ് കഷ്ണവും പിടിച്ച് സയ്യിദുനാ ഹബീബുനാ ഇമാമുന ഷാഫിഈ തങ്ങൾ പൊട്ടിക്കരയുന്നു. ഇയാളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ഇമാമുന ഷാഫി ചെല്ലുന്നു, നേതൃത്വം കൊടുക്കുന്നു. പിന്നെയും ആ കവിതയോർത്ത് ഷാഫി ഇമാം കരയാണ്. പിന്നെയും ആ കവിതയോർത്ത് ഷാഫി ഇമാം കരയാണ്. ആ കവിതയുടെ അവസാനത്തെ പദം സുമ്മ അന്നീ മുസ്ലിമൂ, പടച്ചോനെ ഞാൻ മുസ്ലിം ആണല്ലോ എന്നാണ്. കുറേ തെറ്റ് വന്നിട്ടുണ്ട്, കുറേ അബദ്ധം ചെയ്തിട്ടുണ്ട്, നിനക്ക് വിരുദ്ധമായി ധാരാളമായി പ്രവർത്തിച്ചിട്ടുണ്ട്, എന്നാലും പടച്ചോനെ ഞാൻ മുസ്ലിമാണല്ലോ. വളരെ മനോഹരമായ 3-4 വരികൾ. യാ റബ്ബി അളുമത് ദുനൂബി കസീറത്തൻ, പടച്ചോനെ എൻ്റെ തെറ്റ്, എൻ്റെ ദോഷം, എൻ്റെ ദീനീ വിരുദ്ധത ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഫലഖദ് അലിംതു ബി അന്ന അഫ്വക അഅ്ളമു, എനിക്കറിയാം പടച്ചോനെ നിന്റെ അഫ്വ്, വിട്ടുവീഴ്ച മനോഭാവം, നിന്റെ പൊറുക്കൽ അതിനേക്കാളൊക്കെ മികച്ചതാണെന്ന് എനിക്കറിയാം. എൻ്റെ തെറ്റ് ധാരാളമുണ്ട്, പക്ഷെ നിന്റെ പൊറുക്കൽ അതിനേക്കാൾ മികച്ചതാണെന്ന് എനിക്കറിയാം. പടച്ചോനെ നിന്നെ പ്രതീക്ഷിക്കാൻ നല്ലവരാകുന്ന മനുഷ്യർക്കേ പറ്റൂ എങ്കിൽ, പടച്ചവരെ നിന്നെ ആഗ്രഹിക്കാൻ നല്ല ഭക്തജനങ്ങൾക്കേ സാധ്യമാകൂ എങ്കിൽ, എന്നെ പോലെയുള്ള തമ്മാടികൾ ആരാശ്രയിക്കും, ആരിൽ അഭയം പ്രാപിക്കും? പടച്ചോനെ നല്ല മനുഷ്യന്മാർക്ക് നിന്നെ കാക്ഷിക്കാനാകൂ എങ്കിൽ, നിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ എങ്കിൽ, നീ പുറത്തു കൊടുക്കുള്ളൂ എങ്കിൽ, എന്നെ പോലെയുള്ള തമ്മാടിക്കൂട്ടങ്ങൾ ആരാശ്രയിക്കും? പടച്ചോനെ നിന്നോട് ഞാൻ ഈ അന്ത്യഘട്ടത്തിൽ പ്രാർത്ഥിക്കുകയാണ്. കമാ അമർത്ത്, നീ കൽപ്പിച്ചതുപോലെ തന്നെ, തളർറുഅൻ, വളരെ ഭക്തിയോടെ. പടച്ചോനെ എൻ്റെ ഈ പ്രാർത്ഥന നീ തിരസ്കരിച്ചാൽ, എൻ്റെ കൈ നീ തട്ടിക്കളഞ്ഞാൽ, ഫമന്ദായർഹമു, പിന്നെ ആരുണ്ടെനിക്ക് കാരുണ്യം ചെയ്യാൻ? പടച്ചോനെ എൻ്റെ പ്രാർത്ഥന നീ തിരസ്കരിച്ചാൽ എനിക്ക് ആര് കാരുണ്യം ചെയ്യും? മലയിലേക്ക് വസീലത്തുന്നില്ലറജാ, നിന്റെ മുന്നിൽ സമർപ്പിക്കാൻ ധാരാളം നിസ്കാരമില്ല, നോമ്പില്ല, ആരാധനകളില്ല, ഹജ്ജും ഉംറയുമില്ല, ഖുർആൻ പാരായണമില്ല. ഞാനിങ്ങനെ വൃത്തികെട്ട കവിത ആലപിച്ച് രചിച്ച് നടക്കുകയായിരുന്നു. പക്ഷെ ഒന്നുണ്ട്, പ്രതീക്ഷ മാത്രം. പടച്ചോനെ നിന്നിൽ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ മറ്റൊന്നുകൂടെയുണ്ട്, നിന്റെ അഫുവിന്റെ മനോഹാരിത. നീ പുറത്തു കൊടുക്കുന്നത് എത്ര ശ്രേഷ്ഠമായ രീതിയിലാണ്, നീ വിട്ടുവീഴ്ച ചെയ്യുന്നത് എത്ര സന്തോഷത്തിലാണ്. പടച്ചോനെ നിന്റെ മുന്നിൽ സമർപ്പിക്കാൻ രണ്ട് കാര്യം. ഒന്ന്, ഞാൻ നിന്നിൽ പ്രതീക്ഷിക്കുന്നു. രണ്ടാമത്തേത്, നിന്റെ അഫ്വ് വളരെ മനോഹരമാണ്. ഇതിനെല്ലാം പുറമെ ആത്യന്തികമായി സുമ്മ അന്നീ മുസ്ലിമൂ, എല്ലാ തമ്മാടിത്തം ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ മുസ്ലിമാണ് പടച്ചോനെ. ഈ ആദർശത്തിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല, ഈ ദർശനത്തിൽ നിന്ന് ഞാൻ മാറി നിന്നിട്ടില്ല.
അതുകൊണ്ട് എനിക്ക് പൊറുക്കണമെന്ന ഈ ഒരു 4-5 വരി കവിത ഇമാമുന ഷാഫി തങ്ങൾ കയ്യിലെടുത്ത് വായിക്കുമ്പോൾ അവിടുന്ന് കരയുന്നു, പൊട്ടിക്കരയുന്നു, നിയന്ത്രിക്കാനാവാതെ അവിടുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അബൂനുവാസിന് വേണ്ടി ദുആ ചെയ്യുന്നു. അബൂനുവാസിന് വേണ്ടി മയ്യത്ത് നിസ്കാരത്തിന് ഇമാമുന ഷാഫി നേതൃത്വം കൊടുക്കുന്നു. ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ ബിദായത്ത് വന്നിഹായയിൽ ഈ കഥ പറയുന്നുണ്ട്. മറ്റു ചില ചരിത്രകാരന്മാരും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അബൂനുവാസിനെ പോലെ തമ്മാടിത്തം ചെയ്തവർ ഈ സദസ്സിലില്ലെന്ന് എനിക്ക് 100% ഉറപ്പാണ്. അബൂനുവാസിനെ പോലെ ജീവിതകാലം മുഴുവനും വൃത്തികേടിലൂടെ ജീവിച്ച ഒരാൾ പോലും ഈ സദസ്സിലില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. അള്ളാഹുവിന്റെ അഫു നമുക്ക് പ്രതീക്ഷിക്കാം, ജമീൽ അഫുവിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം. നേരത്തെ ഞാൻ ഓതി വെച്ച ഖുർആനായത്തിന്റെ അവസാനത്തിലുള്ളതുപോലെ അനവ്വലുൽ മുസ്ലിമീൻ, ഞാനാണ് പ്രഥമ വിശ്വാസി എന്ന ആ ഒരു ആയത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ വിശ്വാസികളാണെന്ന ബോധം നമുക്ക് വലിയ പ്രതീക്ഷയാണ്. പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ആരാധനകൾ, നമ്മുടെ നിസ്കാരം, നോമ്പ്, ഹജ്ജ്, ഉംറ, ഖുർആൻ പാരായണം, ഈ വേദിയിലേക്ക് എടുത്തു വെച്ച ഓരോ ചവിട്ടടികളും പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. പടച്ചവനെ നിന്നെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അബൂനുവാസിനെ പോലെ അല്ലെങ്കിൽ മറ്റു പലരെയും പോലെ തമ്മാടിത്തത്വങ്ങളിൽ ജീവിച്ചവരല്ല ഞങ്ങൾ. എന്നാലും സാഹചര്യത്തിന്റെ സമ്മർദ്ദത്തിൽപ്പെട്ട് പലതും ചെയ്തു പോയിട്ടുണ്ട്. തമ്പുരാനെ, ഈ വിശുദ്ധമായ വേദിയുടെ ബർക്കത്ത് കൊണ്ട്, വിശുദ്ധമായ മാസത്തിന്റെ ബർക്കത്ത് കൊണ്ട്, ഞങ്ങൾ ഇതുവരെ പരാമർശിച്ച നിന്റെ പരിശുദ്ധ കലാമിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ വെട്ടുപുറത്തു മാപ്പാക്കണേ തമ്പുരാനെ. നിന്റെ അഫു വളരെ മികച്ചതാണെന്ന് ഞങ്ങൾക്കറിയാം. ഈ ഒരു സ്നേഹബന്ധത്തിലാണ് ഞങ്ങൾ മാസങ്ങളായി ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. പടച്ച റബ്ബേ, ഞങ്ങളെ സ്വർഗത്തിലെത്തുവോളം ഈ ഐക്യം നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ തമ്പുരാനെ. ഇതിനുവേണ്ടി അധ്വാനിക്കുന്ന നമ്മുടെ മുദരിസടക്കം നിരവധിയായ ആളുകളുണ്ട്. എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും നീ വിജയം നൽകണേ തമ്പുരാനെ. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ മുതഅല്ലിമീങ്ങളുണ്ട്. ദർസ് പൂട്ടി എല്ലാ കുട്ടികളും പോയാലും നമ്മുടെ ഈ സജ്ജീകരണങ്ങൾ ഒരുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മക്കളുണ്ട് ഈ ദർസ്. പടച്ചവനെ, അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ തമ്പുരാനെ. നല്ല ആലിമീങ്ങളാക്കി അവരെ നീ വളർത്തണേ തമ്പുരാനെ. നല്ല ബുദ്ധി വൈഭവം നൽകണേ തമ്പുരാനെ. ദീനിനോടുള്ള സ്നേഹം അവർക്കും ഞങ്ങൾക്കും നീ ഏറ്റിത്തരണേ റഹ്മാനെ. ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നൽകണേ തമ്പുരാനെ. ഈ സദസ്സിൽ തന്നെ ഞാനടക്കം പലരും ഹജ്ജും ഉംറയും ആഗ്രഹിക്കുന്നുണ്ട്. പടച്ചവനെ, എല്ലാ കർമ്മങ്ങളും സന്തോഷത്തോടുകൂടെ ചെയ്ത് വളരെ വളരെ ആസ്വദിച്ച് കർമ്മങ്ങളെല്ലാം ചെയ്ത് ആരോഗ്യത്തോടുകൂടെ മടങ്ങിയെത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവിടെ എത്താത്ത നിരവധി ആളുകളുണ്ട് പടച്ചവനെ, അവർക്കൊക്കെ അവിടെ എത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഏറ്റവും ഖൈറായ സമയത്ത് ഞങ്ങളുടെ യാത്ര നീ തരപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് ഏറ്റവും ഖൈറായ സമയത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റിൽ നീ ഞങ്ങൾക്ക് സംവിധാനം ഒരുക്കി തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ തമ്പുരാനെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എല്ലാവർക്കും ദുനിയാവിലും ആഖിറത്തിലും സമ്പൂർണ്ണ വിജയം നൽകണേ തമ്പുരാനെ. ഞങ്ങൾ ഇതുവരെ കേട്ട എല്ലാ ഇൽമുകളും ജീവിതത്തിൽ പൂർണ്ണമായി പുലർത്താനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ച, ജീവിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, മറ്റ് പലരും മരണപ്പെട്ടിട്ടുണ്ട്. അവരുടെ ഖബർ നീ സ്വർഗ്ഗാക്കണേ തമ്പുരാനെ. അവരുടെ ഖബർ നീ സ്വർഗ്ഗാക്കണേ തമ്പുരാനെ. ഒരബദ്ധം പോലും വരാതെ സൂക്ഷിച്ചവരാണവർ. എപ്പോഴെങ്കിലും അവരിൽ നിന്നും ഞങ്ങളിൽ നിന്നും എന്തെങ്കിലും അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബേ, നീ മൊത്തം വിട്ടുപുറത്ത് മാപ്പാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ തമ്പുരാനെ. ആഫിയത്ത് വർദ്ധിപ്പിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കൾക്ക്, ഭാര്യമാർക്ക്, ബന്ധുമിത്രാദികൾക്ക് പൂർണ്ണമായ ആരോഗ്യം നൽകണേ തമ്പുരാനെ. ഈ സദസ്സിൽ തന്നെ നിരവധിയായ രോഗികളുണ്ട്. എല്ലാവർക്കും ഷിഫാ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദർസിൻ്റെ വലിയ ഉസ്താദ് ജോഹർ ഉസ്താദിൻ്റെ വാപ്പ രോഗിയാണ്. പടച്ചോനെ, നീ ഷിഫ നൽകണേ തമ്പുരാനെ. എല്ലാ അർത്ഥത്തിലുമുള്ള സലാമത്ത് നൽകണേ തമ്പുരാനെ. ഇൻഷാ അല്ലാഹ് ഹജ്ജിന് മുന്നോടിയായി നമ്മുടെ ക്ലാസ് ഇന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു ഏകദേശം 1 വർഷമായി ഞാനും നിങ്ങളും കൂടി ജീവിക്കണം. ഏതെങ്കിലും രീതിയിലുള്ള ചില മനപ്പൊരുത്തങ്ങൾ, വേണ്ടാത്ത ഏതെങ്കിലും ഒരു വാക്ക് ഉണ്ടെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും ശ്രമിക്കാറുണ്ട്. എങ്ങാനും വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വിട്ടുപുറത്ത് മാപ്പാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. എനിക്ക് മാത്രമല്ല, ഈ സദസ്സിൽ ഹജ്ജിന് പോണ കുറേ ആളുകളുണ്ട്. അവർക്കൊക്കെ ഞങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം ദ്വാരക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ് ഏറ്റവും പ്രധാനപ്പെട്ട 15 സ്ഥലങ്ങളുണ്ട് ഹജ്ജിന്.
ഹജ്ജിൻ്റെ സന്ദർഭത്തിൽ മക്കത്തും മദീനത്തും ഒക്കെ ആയിട്ട് ദ്വാരക്കാൻ ഉത്തരം കിട്ടുന്നു. അവിടെയൊക്കെ വെച്ചുള്ള പ്രാർത്ഥനയിൽ ഈ ഒരു കൂട്ടായ്മയെ, ഈ ഒരു കുടുംബത്തെ, ഈ ഒരു ഖുർആനിൻ്റെ സ്നേഹബന്ധത്തെ ഞാൻ ഓർക്കുമെന്ന്, പ്രാർത്ഥിക്കുമെന്ന് ഇൻഷാ അല്ലാഹ് വാക്ക് തരുന്നു. അതിനൊക്കെ തൗഫീഖ് ഉണ്ടാവാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ആരോഗ്യത്തോടു കൂടെ, ഞാനും എൻ്റെ ഭാര്യയുണ്ട്, കൂട്ടത്തിലുള്ള പലരുടെയും ഭാര്യമാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ പൂർണ്ണാർത്ഥത്തിൽ ഇതൊക്കെ ചെയ്ത് ദ്വാരക്കാനും മടങ്ങി വരാനൊക്കെ ഉള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദ്വാരക്കണം ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.